بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ 7ാം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും, അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്കും, അനീതിയിൽ നിന്നും നീതിയിലേക്കും, തിന്മയിൽ നിന്നും നന്മയിലേക്കും, തെറ്റിൽ നിന്നും ശരിയിലേക്കും സ്രഷ്ടാവിൻ്റെ സന്ദേശത്തിലൂടെ മനുഷ്യ സമൂഹത്തെ നയിച്ചുകൊണ്ട് അവരെ പരിവർത്തിപ്പിക്കുകയും സംസ്കരിക്കുകയും ഉയർത്തുകയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും അവരെ മനുഷ്യരാക്കി തീർക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രമേയമായി അംഗീകരിച്ചിട്ടുള്ളത് മാനവമോചനം സ്രഷ്ടാവിൻ്റെ സന്ദേശത്തിലൂടെ എന്നതാണ്. മാനവമോചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോകത്തിലെ പട്ടിണിയിൽ നിന്നും, തൊഴിലില്ലായ്മയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നുമുള്ള മോചനമല്ല, മറിച്ച് മരണാനന്തരമുള്ള ആ അനശ്വരമായ ലോകത്തിലെ ജീവിതം ഭദ്രമാക്കുക എന്നതാണ്. എന്നാൽ അതിനുവേണ്ടി നാം കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഈ ഭൂമിയിലാണ്. അപ്പോൾ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസി ജീവിച്ചുകൊണ്ട് പരലോക വിജയം കരസ്ഥമാക്കേണ്ടത് എന്നതാണ് ഈ പ്രമേയം കൊണ്ട് ഉത്ബോധിപ്പിക്കുവാൻ നാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ള മഹാന്മാരായ സ്വഹാബിമാരുടെ ജീവിതത്തെ സംബന്ധിച്ച് പഠിക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രം നാം ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിന് ഏറ്റവും വലിയ വിലങ്ങ് തടി എന്ത് എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഇസ്ലാമിക ദർശനത്തിൻ്റെ പോരായ്മയല്ല. കാരണം ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ ദൈവിക നിയമങ്ങൾ അടങ്ങിയ വിശുദ്ധ ഖുർആൻ നമ്മുടെ കരങ്ങളിലുണ്ട്. ഇസ്ലാമിക പ്രചരണത്തിന് ഏറ്റവും വലിയ വിലങ്ങ് തടി എന്ത് എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഇസ്ലാമിക നിയമങ്ങളുടെ അപ്രായോഗികതയല്ല. കാരണം ഏറ്റവും പ്രായോഗികവും എല്ലാ കാലത്തും നിലനിൽക്കുന്നതുമായ ദൈവിക നിയമങ്ങൾ അടങ്ങിയ വിശുദ്ധ ഖുർആൻ നമ്മുടെ പക്കലുണ്ട്. ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ തടസ്സം എന്ത് എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഒരു മാതൃകാ നേതാവിന്റെ അഭാവവുമല്ല. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സമസ്ത ലോകങ്ങളിലേക്കും ഒരു കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന്
ഈ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് തന്നെ വിശേഷിപ്പിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകാ ജീവിതം നമുക്ക് എക്കാലവും വഴികാട്ടിയായിട്ടുണ്ട്. ഇസ്ലാമിന് പാശ്ചാത്യ ലോകത്ത് അതർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ അതൊരിക്കലും പാശ്ചാത്യ മാധ്യമങ്ങളും ചില ചരിത്രകാരന്മാരും നൂറ്റാണ്ടുകളായി അനുസ്യൂതം ഇസ്ലാമിനും പ്രവാചകനും വിശുദ്ധ ഖുർആനുമെതിരെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങളുമല്ല. കാരണം ഈ നുണപ്രചരണങ്ങളെയും വിമർശനങ്ങളെയും സംബന്ധിച്ച് പഠിച്ചാൽ അതിന് വസ്തുനിഷ്ഠമായ യുക്തിഭദ്രമായ മറുപടികൾ കൊടുക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കും. അപ്പോൾ മേലുദ്ധരിച്ച കാരണങ്ങളൊന്നുമല്ല ഇസ്ലാമിന്റെ മുന്നേറ്റത്തിനും പ്രചരണത്തിനും ഏറ്റവും വലിയ തടസ്സമെങ്കിൽ പിന്നെ ഏതാണ് ആ കാരണമെന്ന ചോദ്യത്തിന് ഉത്തരമായി വിരലുകൾ നീളുന്നത് എന്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതങ്ങളിലേക്കും പെരുമാറ്റങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കും സാമ്പത്തിക ഇടപാടുകളിലേക്കുമായിരിക്കും. മുസ്ലിങ്ങൾ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും എന്നാൽ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മനുഷ്യ സമൂഹങ്ങളെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്? വിശുദ്ധ ഖുർആന്റെ പിന്തുടരുന്ന ആളുകളാണ് എന്നുറക്കെ പ്രഖ്യാപിക്കുകയും എന്നാൽ ഖുർആനിക കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സമൂഹങ്ങളെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർ ഖുർആനെ വിലയിരുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികളെന്ന് വിളംബരം ചെയ്യുകയും എന്നാൽ തൊപ്പിയിലും താടിയിലും വേഷത്തിലും നാമത്തിലും ജനനത്തിലുമാണ് ഇസ്ലാം എന്ന് സ്വയം ധരിക്കുകയും മറ്റുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം അംഗീകരിക്കുന്നത്? അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏലസ്സുകളുടെയും മന്ത്രങ്ങളുടെയും വിഭൂതികളുടെയും ജിന്നുമമാരുടെയും തങ്ങന്മാരുടെയും കരാള ഹസ്തങ്ങളിൽ കിടന്ന് പിടയുന്ന മനുഷ്യ സമൂഹങ്ങളെ ദർശിച്ചുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവർ യുക്തിഭദ്രമായ ഒരു വിശ്വാസ സംഹിതയുടെ വക്താക്കളാണ് മുസ്ലിങ്ങളെന്ന് അംഗീകരിക്കുവാൻ കഴിയുന്നത്? പരിമിതമായ ഖുർആനിക വചനങ്ങൾ മാത്രം അവതീർണമായിരുന്ന ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജനങ്ങളെ ആകർഷിക്കുവാൻ സാധിച്ചത് ആ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസദാർഢ്യതയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സഹനശീലവും മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്ഥൈര്യവും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൂക്ഷ്മതാശീലവും ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആർദ്രതയും ഒരുമിച്ച് സമ്മേളിച്ച് സമന്വയിച്ച് അപൂർവ വ്യക്തിത്വത്തിനുടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള ഉത്തമ നൂറ്റാണ്ടുകളിലും അതുപോലെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾക്കുടമകളായിരുന്ന ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ഇസ്ലാമിക ലോകം ധന്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉജ്ജ്വലമായ വിജയങ്ങളും മഹത്തരങ്ങളായ നേട്ടങ്ങളും കൊണ്ട് ഇസ്ലാമിക ലോകത്തെ ധന്യമാക്കുവാൻ അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പരസ്പരം പോരടിച്ചിരുന്ന സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും അതല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന ഒരു ജനസമൂഹത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രകാശം കടന്നു ചെന്ന ശേഷം സ്വയം പരിവർത്തനത്തിന് വിധേയമാവുകയും ലോകത്ത് എക്കാലത്തെയും മനുഷ്യ സമൂഹത്തിന്റെ മുൻപിൽ ഒരു മാതൃകാ സമൂഹമായി നിലനിൽക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആരാരും അറിയപ്പെടാതിരുന്ന ഗോത്രവർഗക്കാർക്ക് ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ അന്നത്തെ ലോകമഹാശക്തികളായ റോമിന്റെയും പേർഷ്യയുടെയും കൊട്ടാര കൊത്തളങ്ങൾ മലർക്കെ തുറന്നുകൊണ്ട് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ഇസ്ലാമിക പതാകകൾ പാറിക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അജ്ഞതയുടെ ആഴങ്ങളിൽ വീണുകിടന്നിരുന്ന നിരക്ഷരരായ സമൂഹത്തിന് വിശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾ ഉൾക്കൊണ്ട് വിജ്ഞാനം സമ്പാദിക്കുകയും ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ മഹാന്മാരായ ശാസ്ത്രജ്ഞരെ ലോകത്തിന് സംഭാവന ചെയ്യുവാനും മഹത്തരങ്ങളായ ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിച്ചത്. ചരിത്ര ഗ്രന്ഥത്താളുകളിൽ മാത്രം വായിച്ചറിയുന്ന ഇസ്ലാമിന്റെ ഉജ്ജ്വല ചരിത്രം ആവർത്തിക്കണമെന്ന് നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖുർആനിക തത്വങ്ങളിലേക്ക് നാം തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിന്റെ അമൃതമദനത്തിന്റെ കാലഘട്ടം വീണ്ടും പുലരണമെന്ന് ആത്മാർത്ഥമായി നാം മോഹിക്കുന്നുവെങ്കിൽ പ്രവാചകന്റെ കൽപ്പനകൾ നാം പിൻപറ്റേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി വിശുദ്ധ ഖുർആൻ എന്ന മഹാഛായയിൽ ആത്മാവിനെ വികസ്വരപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഖുർആനുകളായി തീരണം. ജീവിക്കുന്ന ഖുർആനുകളായി നമുക്ക് തീരുവാൻ സാധിക്കണമെങ്കിൽ അത്തരത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ള മഹാന്മാരായ സ്വഹാബിമാരുടെ ജീവിതത്തെ സംബന്ധിച്ച് നാം അറിയുകയും അത് പിൻപറ്റുകയും ചെയ്യേണ്ടിയിരിക്കുന്നു.
ഭൗതിക മോഹങ്ങളും ദൗർബല്യങ്ങളും മനുഷ്യ സഹജമാണെന്നും അവ നമ്മെ ഒരു നിഴൽ പോലെ പിന്തുടരുമെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മിൽ ഭൂരിപക്ഷവും. എന്നാൽ വിശ്വാസം ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന ശേഷം വിശ്വാസദാർഢ്യതയുടെയും ആത്മാർപ്പണത്തിന്റെയും ധീരതയുടെയും സഹനത്തിന്റെയും ഉജ്ജ്വല ഇതിഹാസങ്ങൾ രചിച്ച 10,000-കണക്കിന് പ്രവാചകനുയായികളെ കൊണ്ട് ഇസ്ലാമിക ചരിത്രം ധന്യമാണ്. വിശ്വാസം എന്ത് എന്നറിയണമെങ്കിൽ അവരെ സംബന്ധിച്ചറിയണം. ധീരത എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെ സംബന്ധിച്ച് പഠിക്കണം. പ്രവാചകനുയായികൾ എന്തുകൊണ്ടും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന മഹാനക്ഷത്രമായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഉമറിനെ സ്നേഹിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും ഉമറിനെ വെറുക്കുക എന്നത് അവിശ്വാസത്തിന്റെ അടയാളമാണെന്നും. ഉമറിനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ച രീതിയിൽ നാമും ജീവിക്കുക എന്നാണ് അർത്ഥം. ഉമറിനെ വെറുക്കുക എന്ന് വെച്ചാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വെറുത്തത് നാമും വെറുക്കുക എന്നാണ് അർത്ഥം. ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രഭാഷണം ഞാൻ നിങ്ങളുടെ മുൻപിൽ നടത്തുന്നതും നിങ്ങൾ ശ്രവിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. വിശ്വാസം മനസ്സിൽ വരുത്തുന്ന മാസ്മരിക പരിണാമത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം. വിശ്വാസം സ്വീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ആരായിരുന്നു? വിശ്വാസം സ്വീകരിച്ച ശേഷം അദ്ദേഹം ആരായി തീർന്നു? മല്ലയുദ്ധത്തിൽ ആവേശം കൊണ്ട് ഗോത്രമഹിമയിൽ അഭിമാനിച്ച് മദ്യലഹരിയിൽ നീന്തിക്കുളിച്ച് നടന്ന സാധാരണക്കാരനായ ഉമറിന്റെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തിന്റെ ചൈതന്യം കടന്നു ചെന്ന ശേഷം അമീറുൽ മുഅ്മിനീനായ ലോകം ദർശിച്ച ഏറ്റവും മഹാനായ ഭരണാധികാരിയായ ചരിത്രം ഏതൊരു മനുഷ്യനും വിശ്വാസിയും പഠിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്. ബുദ്ധിശാലികളും കരുത്തന്മാരുമായ ആളുകൾ ഏതൊരു പ്രസ്ഥാനത്തിനും ഒരു മുതൽക്കൂട്ടാണ്. അംർ ബിൻ ഹിഷാമും ഉമർ ബിൻ ഖത്താബും ധീരന്മാരും വീരന്മാരും ബുദ്ധിശാലികളും അതോടൊപ്പം ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളും വിമർശകരുമായിരുന്നു. അതിനാൽ അവരിൽ ഒരാളെയെങ്കിലും കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അല്ലാഹു ആ പ്രാർത്ഥന കേൾക്കുകയും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. വിശ്വാസം സ്വീകരിക്കുന്നതിന് മുൻപുള്ള ഉമർ വീരനും ശൂരനുമായിരുന്നു, ധീരനും ദിഷണാശാലിയുമായിരുന്നു, ആയോധന വിദഗ്ധനും അധികായകനുമായിരുന്നു. അതോടൊപ്പം മുൻകോപിയും സ്വാർത്ഥനും മദ്യപാനിയുമായിരുന്നു. പരമ്പരാഗത വിശ്വാസങ്ങളെയും പൂർവികരെയും പൈതൃകാചാരങ്ങളെയും അന്ധമായി പിന്തുടരുന്ന ജനങ്ങളുടെ സ്വഭാവത്തോടുള്ള ഇസ്ലാമിന്റെ കഠിനമായ എതിർപ്പ് ഉമറിനെ ഇസ്ലാമിന്റെ ശത്രുവാക്കി തീർത്തു. ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ സമീപനം തങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി അദ്ദേഹം നിരന്തരം മുസ്ലിങ്ങളെ മർദ്ദിക്കുകയും അന്യായമായി ആക്രമിക്കുകയും ബോധം നശിക്കുന്നത് വരെ പലരെയും മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിതനാക്കിയത് ഈ സമ്മർദ്ദങ്ങളൊന്നും വിജയിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ്. മർദ്ദനങ്ങൾ വിജയിച്ചില്ല, അക്രമങ്ങൾ ഫലിച്ചില്ല, പരിഹാസങ്ങൾ ഏറ്റില്ല, പ്രലോഭനങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുമില്ല. തന്റെ പ്രിയപ്പെട്ട അയൽക്കാർ പോലും നാടുവിട്ടു പോകുന്നത് കണ്ട് മനസ്സ് നൊന്ത് ഇതിന് കാരണക്കാരനായ മുഹമ്മദിന്റെ ശിരസ്സറക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഒരിക്കലും ഉമർ മുസ്ലിം ആകില്ല എന്ന ആളുകൾ പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് പാഞ്ഞു പോകുന്നത്. അബ്ദുള്ളയുടെ മകൻ നുആമിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അതൊരലർച്ചയായിരുന്നു. മുഹമ്മദിന്റെ ശിരസ്സെടുക്കാൻ അത് ഈ വാളുകൊണ്ട് ഞാൻ നിർവഹിക്കും. അവൻ ഖുറൈശികളെ ഭിന്നിപ്പിക്കുന്നു, തങ്ങളുടെ ദൈവങ്ങളെ അവൻ ധിക്കരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും ഉമറിനെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ നുആം ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ ആദ്യം പോയി നിന്റെ വീട്ടുകാരെ നന്നാക്കൂ. എന്റെ വീട്ടുകാരെയോ എന്ന ഉമറിന്റെ ചോദ്യത്തിന് ഉത്തരമായി നുആം പറഞ്ഞു, അതേ, നിന്റെ സഹോദരി ഫാത്തിമയും ഫാത്തിമയുടെ ഭർത്താവ് സയ്യിദ് ബിൻ സയ്യിദും സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു. എങ്കിൽ വീട്ടുകാരെ നന്നാക്കിയിട്ടാകാം നാട്ടുകാരെ എന്ന തീരുമാനത്തോടുകൂടി ഊരിപ്പിടിച്ച വാളുമായി നേരെ സഹോദരിയുടെ വീട്ടിൽ ചെന്ന് കതകിൽ തട്ടിപിടിച്ചുകൊണ്ട് തുറക്കുവാൻ അലറി. വീടിന്റെ ഉള്ളിൽ നിന്ന് കേട്ട ഖുർആനിക വചനങ്ങൾ ഉമറിനെ കൂടുതൽ പ്രകോപിതനാക്കി. കതക് തുറന്നപ്പോൾ തന്നെ ചോദിച്ചു, ഞാൻ എന്താണ് കേട്ടത്?
സഹോദരിയും ഭർത്താവും പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചതായിരിക്കാം. കളവ് പറയരുത്, നിങ്ങൾ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ചോദ്യത്തിന്റെ മുൻപിൽ സഹോദരിയും ഭർത്താവും പതറുമെന്നും സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പുതുവിശ്വാസം ഉപേക്ഷിക്കുമെന്നുമാണ് ഉമർ കരുതിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ സർവ്വ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് സഹോദരി ഭർത്താവ് സെയ്ദ് പറഞ്ഞു, ഞങ്ങൾ സത്യമതം അംഗീകരിച്ചിരിക്കുന്നു, മുഹമ്മദ് അന്ത്യപ്രവാചകനാണ്, അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിരിക്കുന്നു. ഇതിനുത്തരം ഉമറിന്റെ ശക്തമായ കരങ്ങൾ ആ മനുഷ്യന്റെ കരണത്ത് പതിക്കുകയായിരുന്നു. ഭർത്താവിനെ രക്ഷിക്കാൻ ചെന്ന ഭാര്യയ്ക്കും ലഭിച്ചു പ്രഹരം. അങ്ങനെ ശിരസിൽ നിന്നും, ഫാത്തിമയുടെ ശിരസിൽ നിന്നും രക്തം വാർന്നൊലിച്ചിട്ടും പതറാതെ ഭയക്കാതെ, ഈ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുന്ന പ്രശ്നമില്ല, എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മർ അമ്പരന്ന് പോയി. തന്റെ മുൻപിൽ എന്നും അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ നിന്നിട്ടുള്ള, താൻ പറയുന്നതിനപ്പുറം മറ്റൊരു വാക്ക് പറഞ്ഞിട്ടില്ലാത്ത സഹോദരി തന്നെയാണോ ഇത്? അദ്ദേഹത്തിന് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ഇത്രയേറെ പരിവർത്തനമുണ്ടാക്കിയ ആ ഖുർആനിക വചനങ്ങളൊന്ന് വായിക്കണമെന്ന് ഉത്കടമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടാവുകയും അത് സഹോദരിയോട് പറയുകയും, കുളിച്ച് ശുദ്ധമായി വന്നാൽ വായിക്കാൻ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുളിച്ച് ശുദ്ധമായി വന്ന് ആ ഖുർആന്റെ ഏടുകൾ അദ്ദേഹം തുറന്നു വായിക്കുവാൻ ആരംഭിച്ചു. ചരിത്രത്തിൽ വളരെ നിർണായകമായ നിമിഷങ്ങളായിരുന്നു അത്. ആ ഖുർആന്റെ അദ്വിതീയമായ ശൈലി, അപാരമായ വശ്യശക്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കണ്ടിറങ്ങി. അദ്ദേഹത്തിന്റെ ഹൃദയം പ്രകമ്പിതമായി, കണ്ണുകളിൽ നിന്നും കണ്ണുനീർധാരയായി ഒഴുകി. കോപം ചോർന്നൊലിച്ചു, വിവേകമുണർന്നു, വിചാരമുണർന്നു. ഇത് ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ വചനങ്ങളാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് താമസിച്ചില്ല, ഊരിപ്പിടിച്ച വാളുമായി തന്നെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും നിന്നിരുന്ന വീട്ടിലേക്ക് ചെന്ന് കതകിൽ മുട്ടി വിളിച്ചുകൊണ്ട് തുറക്കുവാൻ പറഞ്ഞു. വാളുമായി നിൽക്കുന്ന ഉമറിനെ കണ്ടിട്ട് സഹാബിമാർ പതറി. അവർക്ക് അറിയില്ലായിരുന്നു ഇനി ഈ വാൾ ഒരിക്കലും വിശ്വാസികൾക്ക് നേരെ നീളുകയില്ല, മറിച്ച് വിശ്വാസികൾക്ക് നേരെ നീളുന്ന വാളുകൾ തടയാനുള്ളതാണ് എന്ന്. അവർക്കറിയില്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കാൻ ഉറയിൽ നിന്നൂരിയ വാൾ ഒരിക്കലും ഇനി പ്രവാചകന്റെ നേരെ ഓങ്ങുകയില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരെ ഓങ്ങുന്ന വാളുകൾ തടയാനുള്ളതാണ് എന്ന് അവർക്കറിയില്ലായിരുന്നു. മുൻകോപിയും മദ്യപാനിയുമെല്ലാമായിരുന്ന ഉമർ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുൻപിൽ ഒരാട്ടിൻകുട്ടിയെ പോലെ ശാന്തനായിരിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഉമർ ഇനി ഇസ്ലാമിന്റെ ശക്തനായ പ്രബോധകനും വക്താവുമായി തീർന്നിരിക്കുന്നുവെന്ന് അവരുടെ ഹൃദയങ്ങളിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ സാധിക്കാത്ത ആഹ്ലാദം പകർന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന്. അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ ആഹ്ലാദം വാക്കുകൾ കൊണ്ട് വിവരിക്കുക സാധ്യമല്ല. തന്റെ ഇസ്ലാം ആശ്ലേഷം മറച്ചു വെക്കുവാനോ ഒളിച്ചു വെക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല. ശത്രുക്കളുടെ ശത്രുതയോ വിമർശകരുടെ വിമർശനമോ അദ്ദേഹം കൂസാക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ ഇസ്ലാം സ്വീകരിച്ച വാർത്ത ആദ്യമായിട്ട് ഇസ്ലാമിന്റെ കഠിന ശത്രുവായ അബൂജഹലിന്റെ വീടിന്റെ കഥയിൽ തട്ടി വിളിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചതും വിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് പരസ്യപ്പെടുത്തിയതും. ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുവാനും അവന്റെ മുൻപിൽ മാത്രം ശിരസ് കുമ്പിടുവാനും അവന്റെ കൽപ്പന പ്രകാരം നിർമ്മിക്കപ്പെട്ട വിശുദ്ധ കഅബാലയത്തിൽ സത്യവിശ്വാസികൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് വിശ്വാസം സ്വീകരിച്ചതിന്റെ 3-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നാം സത്യമാർഗത്തിലല്ലേ ജീവിച്ചാലും മരിച്ചാലും? പ്രവാചകൻ പറഞ്ഞു, അതെ. എങ്കിൽ നമ്മെ ഉത്ബോധിപ്പിക്കുവാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് കഅബാലയത്തിൽ പോയി ഉത്ബോധിപ്പിക്കുന്നതിന് എന്തിന് നാം അടിച്ചു നിൽക്കണം? പ്രവാചകൻ അത് അനുവദിക്കുകയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ സത്യവിശ്വാസികൾ 2 വരികളായി വിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് പ്രാർത്ഥന നടത്തുകയും നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ തടയുവാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷം സാരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. വിശ്വാസികളുടെ മനോധൈര്യം വർദ്ധിപ്പിക്കുവാനും അവിശ്വാസികളുടെ ധൈര്യം കുറക്കുവാനും അത് സാധിച്ചു. അത് കാതുകളിൽ നിന്നും കാതുകളിലേക്കും നാവുകളിൽ നിന്നും നാവുകളിലേക്കും
അറിയപ്പെടുകയും അവസാനം അബിസ്സീനയിൽ പലായനം ചെയ്തവർ പോലും തിരിച്ചു വന്നു. ആ ഇസ്ലാമിക ദർശനങ്ങളുമായിട്ട് അനായാസം സഞ്ചരിക്കുവാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തിലും മജ്ജയിലും അലിഞ്ഞു ചേർന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ രൂപകൽപ്പനയിൽ സാരമായ സംഭാവനകൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. വിശ്വാസികളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കേണ്ടത് മണിയടിയിലൂടെ ആയിരിക്കരുത്, ബാങ്ക് വിളിയിലൂടെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ തോന്നുകയും അത് പ്രവാചകനോട് പറയുകയും പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ച ശേഷം അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ സത്യവിശ്വാസിനികളുടെ വസ്ത്രധാരണയുടെ കാര്യത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമസ്കരിച്ചിടം നമസ്കാര ഇടമാക്കുന്നതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന് തോന്നുകയും പിന്നീട് അള്ളാഹു അത് പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയും പ്രവാചകൻ അത് മനുഷ്യ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത്. ഇക്കാരണങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉന്നതമായ സ്ഥാനം ലഭിക്കുകയും സഹോദര എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യത്തക്ക രീതിയിൽ അവർ തമ്മിൽ അടുക്കുകയും ചെയ്തു. വിശുദ്ധ കഅബാലയത്തിലേക്ക് പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞില്ലേ, സഹോദര നമസ്കാരത്തിൽ എന്നെ നീ മറക്കരുതേ എന്ന്. ഇതൊക്കെയാണെങ്കിലും ഒരു നിർണായകമായ ഘട്ടത്തിൽ വിശ്വാസപരമായൊരു പാളിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. തന്നെക്കാളുപരി തന്റെ മാതാപിതാക്കളെക്കാളുപരി സഹോദരങ്ങളെക്കാളുപരി സുഹൃത്തുക്കളെക്കാളുപരി സമ്പത്തിനേക്കാളുപരി ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെക്കാളുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉമർ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം പ്രവാചകന്റെ മരണം അംഗീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഊരിപ്പിടിച്ച വാളുമായി അദ്ദേഹം അലറി. മുഹമ്മദ് മരിച്ചുവെന്ന് ചില മുനാഫിക്കുകൾ പറയുന്നു. അള്ളാഹുവാണ് സത്യം, മുഹമ്മദ് മരിച്ചിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുത്ത് പോയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം മരിച്ചുവെന്ന് മുനാഫിക്കുകൾ പറഞ്ഞു. എന്നാൽ 40 നാളുകൾക്ക് ശേഷം മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നതുപോലെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും തിരിച്ചു വരും. അതുകൊണ്ട് മുഹമ്മദ് മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ ശിരസ് ഛേദിക്കുക തന്നെ ചെയ്യും. വൈകാരികതയുടെ ആവേശത്താൽ സ്വയം മറന്നൊരു ഭ്രാന്തനെ പോലെ അലറിയിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ജനങ്ങൾക്ക് സത്യം അറിയിച്ചു കൊടുക്കുവാനും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വരേണ്ടി വന്നു. മതപ്രഭാഷണങ്ങളുടെ ചരിത്രത്തിലെ മഹനീയമായൊരു പ്രഭാഷണത്തിലൂടെ ഈ മതിഭ്രമത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുത്തി. ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം. എന്നാൽ നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ് എങ്കിൽ അവൻ ഒരിക്കലും മരണമില്ല. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുലുൻ എന്ന് തുടങ്ങുന്ന വചനങ്ങളിലെ മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുൻപും പ്രവാചകർ മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം വധിക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയോ എന്ന ഖുർആനിക വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചപ്പോൾ സത്യം ബോധ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്നും വാൾ നിലത്ത് വീഴുകയും അദ്ദേഹം തളർന്നു നിലത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങളെ അമ്പരപ്പിച്ചു. ധീരയോദ്ധാക്കൾ പോലും പതറിപ്പോയി. സഹാബിമാർ അമ്പരന്നു. കാരണം അവർക്ക് ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിതാവിനെ പോലെയായിരുന്നു, സഹോദരനെ പോലെയായിരുന്നു, വിമോചകനായിരുന്നു, ദൗത്യവാഹകനായിരുന്നു. ഇനി തൗഹീദിലൂടെ ആരാണ് ഞങ്ങളെ നയിക്കുവാൻ പോകുന്നത്? യഥാർത്ഥ ധാർമ്മിക മൂല്യങ്ങൾ ആരാണ് ഞങ്ങളെ പഠിപ്പിക്കുവാൻ പോകുന്നത്? നന്മ തിന്മകൾ ആരാണ് ഞങ്ങൾക്ക് വേർതിരിച്ച് തരുവാൻ പോകുന്നത്? ഈ ചിന്തകൾ മുസ്ലിങ്ങളെ അലട്ടിയ സന്ദർഭത്തിൽ എല്ലാവരും ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ഘട്ടങ്ങളിലും സ്വാഭാവികമായിട്ടും അധികാരത്തിന്റെ മോഹങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരാവുന്ന ഘട്ടത്തിൽ എല്ലാവരും കേൾക്കെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ താങ്കൾ കൈനീട്ടു, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുവാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളോടാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് പ്രവാചകൻ മനസ്സിൽ ഉദ്ദേശിച്ച ഖലീഫ താങ്കളാണ്. ഞാനിതാ അനുസരണ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ പ്രവാചകന്റെ ആഗ്രഹം നടപ്പാക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുകയും അവർ എല്ലാവരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അംഗീകരിക്കുകയും ചെയ്തു. അബൂബക്കറിനെയാണ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രവാചകൻ നിയോഗിച്ചതെന്ന് ഓർമ്മപ്പെടുത്തി ഉമർ.
അബൂബക്കറിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ഖലീഫയായി കണ്ടതെന്ന് പറഞ്ഞുമാർ. അബൂബക്കറിനിതാ ഞാൻ അനുസരണ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചുമാർ. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊരിക്കലും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, ഒരിക്കലും ഭൗതിക മോഹങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. അവർക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മതപരമായ വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ചായിരുന്നു. അവർക്കിടയിലുള്ള മത്സരങ്ങൾ പരലോക വിജയത്തിന് വേണ്ടിയായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അബൂബക്കറാണ് തന്റെ ഖലീഫ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും പ്രഖ്യാപിക്കുമായിരുന്നില്ല. അധികാരമേറ്റെടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നടത്തിയ പ്രഭാഷണമാണ് മാനവ ചരിത്രത്തിൽ ഇതുവരെയും ഭരണാധികാരികൾ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടത് ഏറ്റവും മഹനീയമായ പ്രഭാഷണം. ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയായി ഇരിക്കുകയാണ്, എന്നാൽ ജനങ്ങളിൽ നിന്നും ഒരു ഔന്നത്യവും എനിക്കില്ല. ഞാൻ നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക, ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക. നിങ്ങളിൽ ദുർബലൻ എന്റെ കൺമുൻപിൽ ശക്തനായിരിക്കും. അയാളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് വരെ നിങ്ങളിൽ ശക്തൻ എന്റെ കൺമുൻപിൽ ദുർബലനായിരിക്കും. അള്ളാഹുവിന്റെ ഗ്രന്ഥവും പ്രവാചക ചര്യയും അനുസരിച്ച് ഭരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കുക, ഇല്ലെങ്കിൽ എന്നെ അനുസരിക്കാൻ യാതൊരു ബാധ്യതയുമില്ല. എന്താണ് ആ വാക്കുകളെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. തെറ്റുകൾ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് പരസ്യമായി പറയുക എന്നതൊരു വിശ്വാസിയുടെ മുഖമുദ്രയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ താൻ പ്രതികരിച്ച രീതിയെ സംബന്ധിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്ത പിറ്റേ ദിവസം ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊരിക്കലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതല്ല, അവന്റെ പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്നതല്ല. നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ എപ്പോഴും പ്രവാചകൻ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർമാർഗം പ്രാപിച്ചത്. നമുക്കും നേർമാർഗം പ്രാപിക്കാൻ അത് മതി. വിശ്വാസികൾ എപ്പോഴും പുലർത്തേണ്ട ഒരു മാനദണ്ഡമാണിത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും തന്റെ അഭിപ്രായ ഭിന്നതകൾ തുറന്നു പറയുവാൻ ഉമർ റളിയല്ലാഹു അൻഹു മടിച്ചിട്ടില്ല. അത് അവരുടെ സ്വഭാവത്തിന്റെയും പ്രകൃതിയുടെയും ഭാഗമായിരുന്നു. എങ്കിലും ഒരിക്കലും അത് അവരുടെ വ്യക്തിബന്ധങ്ങളെ ബാധിച്ചിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അത് വിശ്വാസപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പറയുന്നത് എന്ന് നോക്കാതെ ആ വ്യക്തി പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിയെ വെറുക്കുന്നൊരു മനസ്സുണ്ട് നമുക്ക്. ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. ഒരിക്കലും ഇവർക്കിടയിൽ അങ്ങനെയുണ്ടായിരുന്നില്ല. താങ്കളാണ് എന്നേക്കാൾ ശക്തനെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ ശക്തി എപ്പോഴും താങ്കളോടൊപ്പമായിരിക്കുമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അസുഖം ബാധിച്ചു. ഇനി അധികം കാലം തനിക്ക് ആയുസ്സില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ജനങ്ങളെ യഥാർത്ഥ സത്യത്തിലൂടെ നയിക്കുന്ന, വിശ്വാസത്തിലൂടെ നയിക്കുന്ന, ജനങ്ങളോട് കാരുണ്യം തോടെ പ്രവർത്തിക്കുന്ന, അനീതി പ്രവർത്തിക്കാത്ത, ക്രൂരനല്ലാത്ത ഒരു ഭരണാധികാരിയെ തന്റെ പിൻഗാമിയായി നിശ്ചയിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അത്തരത്തിൽ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുള്ള 10,000-കണക്കിന് സത്യവിശ്വാസികളെ കൊണ്ട് അനുഗ്രഹീതമായിരുന്ന ഉജ്ജ്വല കാലഘട്ടത്തിൽ പോലും അവരിൽ ഏറ്റവും ഉത്തമനാര് എന്ന് തീരുമാനിക്കുവാൻ 2 വട്ടം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ചിന്തിക്കേണ്ടി വന്നില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളെയാണ് ഞാൻ എൻ്റെ പിൻഗാമിയായി കാണുന്നത്. ഉത്തരം പ്രതീക്ഷിച്ചതായിരുന്നു. ഇത് പറയുവാനാണ് താങ്കൾ എന്നെ വിളിച്ചിരുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും വരുമായിരുന്നില്ല. മറ്റാരെയെങ്കിലും കണ്ടെത്തൂ, അബൂ ഉബൈദയായിക്കൊള്ളട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ സത്യസന്ധനാണ്, ശക്തനല്ല. ഇന്ന് നാം റോമൻ പേർഷ്യൻ സാമ്രാജ്യത്തെ ശക്തികളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇസ്ലാം പരാജയപ്പെട്ടാൽ ഇസ്ലാമിന്റെ പ്രകാശം അണക്കപ്പെടും. അതിന് ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിക വചനങ്ങൾ കൊണ്ട് ഉത്തരം നൽകി. യുരീദൂന ലിയുത്ഫിയു നൂറല്ലാഹി ബിഅഫ്വാഹിഹിം അല്ലാഹു മുത്തിമു നൂറിഹി വലൗ കരിഹൽ കാഫിറൂൻ.
അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അണക്കുവാൻ, കെടുത്തുവാൻ ബഹുദൈവ വിശ്വാസികൾ അവരുടെ വായകൾ കൊണ്ട് ശ്രമിക്കുന്നു. അവർ എത്ര ശ്രമിച്ചാലും അള്ളാഹു തൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ഉത്തരം പറയേണ്ട അബൂബക്കർ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അബൂബക്കർ, താങ്കൾക്ക് എങ്ങനെയാണ് എന്നെ പിൻഗാമിയായി തീരുമാനിക്കുവാൻ കഴിഞ്ഞത്? ഒരുപാട് കാര്യങ്ങളിൽ നാം തമ്മിൽ അഭിപ്രായ ഭിന്നതയില്ലേ? യുദ്ധമുതലുകളുടെ കാര്യത്തിൽ, ഖാലിദിന്റെ പ്രശ്നത്തിൽ. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി ഓരോ വിശ്വാസിയും ഉൾക്കൊള്ളേണ്ടതാണ്, ഓരോ ഭരണാധികാരിയും ഉൾക്കൊള്ളേണ്ടതാണ്, ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ഉൾക്കൊള്ളേണ്ടതാണ്, ഓരോ ന്യായാധിപനും ഉൾക്കൊള്ളേണ്ടതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, അത് തന്നെയാണ് താങ്കളുടെ യോഗ്യത. മനസ്സിലുള്ളത് സത്യസന്ധമായി വെട്ടിത്തുറന്ന് പറയുന്നവരെയാണ് ഈ വിശ്വാസത്തിന് ആവശ്യം. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം എന്നേക്കാൾ ഭരണാധികാരിയാകുവാൻ താങ്കളായിരുന്നു യോഗ്യൻ. അഭിപ്രായ ഭിന്നത ഭയന്നില്ലായിരുന്നുവെങ്കിൽ അത് തന്നെയായിരുന്നു നല്ലത്. ഗത്യന്തരമില്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഭയമാകുന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് എനിക്ക് ഭയമാകുന്നു. പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഭാരം ചുമക്കുവാൻ താങ്കൾ ഉണ്ടാകുമോ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, ഒരു തണലും ലഭിക്കാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒന്ന് നീതിമാനായ, കാരുണ്യവാനായ ഭരണാധികാരിയാണെന്ന പ്രവാചക വചനം താങ്കൾ മറന്നുപോയോ? താങ്കളെപ്പോലെയുള്ളവർ അധികാരം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അതിക്രമകാരികളുടെ കരങ്ങളിൽ അധികാരം വരും. അവർ ജനങ്ങളെ ചൂഷണം ചെയ്യും, അടിച്ചമർത്തും, അവരോട് അനീതി ചെയ്യും. ഗത്യന്തരമില്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അധികാര മാത്സര്യത്തിന്റെ രണഭൂമിയായിരിക്കും ഈ ആധുനിക കാലഘട്ടത്തിൽ. ഇതുപോലെയൊന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുമോ? പ്രവിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോല് വെച്ച് നീട്ടിയിട്ട് നിരസിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഭരണാധികാരിയാക്കുവാൻ കെൽപ്പുള്ള മനസ്സുള്ള വ്യക്തിയുടെ മുഖത്ത് നോക്കി അഭിപ്രായ ഭിന്നതകൾ തുറന്നു പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവും താനുമായി അഭിപ്രായ ഭിന്നതയുള്ളയാൾ തന്നെ തൻ്റെ ഭരണാധികാരിയാകണം, പിൻഗാമിയാകണമെന്ന് ഷടിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഈ കപടത നിറഞ്ഞ ഈ ആധുനിക ലോകത്ത് വെറും വിചിത്ര ജീവികളായിരിക്കും. എന്നാൽ ഇസ്ലാമിക മനസ്സാക്ഷിയുമായിട്ട് പരിചയപ്പെട്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഈ വിവരം അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബിമാരോട് പറഞ്ഞപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ അറിവിൽ ഉമറിന്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഉത്തമമാണ്. എന്താണ് ആ വാക്കുകളൊന്ന് ചിന്തിക്കുക നിങ്ങൾ. നമ്മുടെ എല്ലാം പരസ്യ ജീവിതം നന്നായിരിക്കും, രഹസ്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകളാണ്, എൻ്റെ അറിവിൽ അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഉത്തമമാണ് എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭരണാധികാരിയെ തീരുമാനിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എൻ്റെ ബന്ധത്തിൽ ആരെയെങ്കിലും ഭരണാധികാരിയാക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഉമറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ ഒന്നടങ്കം സമ്മതിച്ചപ്പോൾ വികാരത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ജനങ്ങളുടെ നന്മയല്ലാതെ ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവർ ദുരന്തത്തിൽ പെട്ടുപോകുമോ എന്ന ഭയമാണ് ഈ ഒരു തീരുമാനത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. അവരിൽ ഏറ്റവും ഉത്തമനും അവർ നേരായ മാർഗത്തിൽ സഞ്ചരിക്കണമെന്ന് ഉത്കടമായ ആഗ്രഹമുള്ള വ്യക്തിയെ തന്നെയാണ് അവരുടെ ഭരണാധികാരിയായി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗത്തിൽ നിന്നും മോചനം നേടി ഭരണം കയ്യാളട്ടെ എന്ന് ഒരുപാട് തവണ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചുവെങ്കിലും അള്ളാഹുവിൻ്റെ വിധി മറിച്ചായിരുന്നു. ക്രിസ്തുബ്ദം 634 മാർച്ച് 7-ാം തീയതി ഒരു തിങ്കളാഴ്ച വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സൗമ്യതയുടെയും ഇതിഹാസം രചിച്ചിരുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനുശേഷം അധികാരം ഏറ്റെടുത്ത മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ആദ്യമായി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ ദുർബലനാണ്, എന്നെ നീ ശക്തനാക്കണമേ. ഞാൻ പരുഷ പ്രകൃതനാണ്, എന്നെ നീ സൗമ്യനാക്കണമേ. ഞാൻ ലുബ്ധനാണ്, എന്നെ നീ ഉദാഹരണാക്കണമേ. എന്നിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു, എൻ്റെ മുൻഗാമിയുടെ ശാസന നിരസിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഭരണാധികാരിയാകുമായിരുന്നില്ല.
ജനങ്ങൾ എൻ്റെ പാരുഷ്യത്തെ സംബന്ധിച്ച് ഭയക്കുന്നതായി ഞാൻ അറിയുന്നു. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഉമർ ഞങ്ങളോട് പരുഷമായി പെരുമാറി, അബൂബക്കറിന്റെ കാലഘട്ടത്തിലും ഇത് ആവർത്തിച്ചു. ഇപ്പോൾ ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ എങ്ങനെയായിരിക്കും പെരുമാറുക? ശരിയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ജീവിച്ചിട്ടുണ്ട്. പ്രവാചകൻ സൗമ്യതയുടെ പ്രതീകമായിരുന്നു. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആജ്ഞ ഞാൻ അനുസരിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തനായിരുന്നു. ഞാൻ ഭാഗ്യവാനാണ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അതിനുശേഷം അധികാരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിൽ വന്നു. സൗമ്യതയുടെ ഇതിഹാസമായിരുന്നു. ആ സൗമ്യതയിൽ ഞാൻ എൻ്റെ പാരുഷ്യം ചാലിച്ചു. അബൂബക്കറിന്റെ ഭരണകാലത്തും ആ ആജ്ഞകൾ ഞാൻ അനുസരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹവും എന്നിൽ പരിപൂർണ സംതൃപ്തനായിരുന്നു. ഞാൻ ഭാഗ്യവാനാണ്, സർവസ്തുതിയും അല്ലാഹുവിന്. ഇപ്പോൾ അധികാരം എൻ്റെ കരങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പാരുഷ്യം കുറഞ്ഞിരിക്കുന്നു. അതിക്രമം പ്രവർത്തിക്കുന്നവർക്കെതിരെ മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. അനീതി പ്രവർത്തിക്കുവാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല. നീതിരഹിതനായി നീങ്ങുന്നവൻ സത്യം അംഗീകരിക്കുന്നതുവരെ എൻ്റെ കാൽ അയാളുടെ കരണത്തായിരിക്കും. മറിച്ച് മര്യാദക്കാർക്കും മാന്യന്മാർക്കും എൻ്റെ കവിൾ ഞാൻ ഭൂമിയിൽ വെച്ചു കൊടുക്കും. രാഷ്ട്രസമ്പത്തിൽ നിന്നും അനിവാര്യമായത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. നിങ്ങളുടെ ജീവിത നിലവാരം ഞാൻ ഉയർത്തുവാൻ ശ്രമിക്കും. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിങ്ങൾ രണാങ്കണ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സന്താനങ്ങളുടെ പിതാവ് ഞാനായിരിക്കും. എന്താണ് അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 21ാം നൂറ്റാണ്ടിൽ ജനാധിപത്യ കാലഘട്ടത്തിൽ വോട്ട് നേടുവാൻ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന കപട വാഗ്ദാനങ്ങളല്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് ഭരണാധികാരി ദൈവത്തിന്റെ ഭൂമിയിലെ പ്രതിപുരുഷന്മാരാണെന്നും ഭരണീയരെ വധിക്കുവാനും അടിച്ചമർത്തുവാനും മർദ്ദിക്കുവാനും എല്ലാം അവർക്ക് പൂർണ്ണമായ അവകാശമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ ഇസ്ലാമിക തത്വങ്ങൾ ഉൾക്കൊണ്ട മഹാനായ ഒരു ഇസ്ലാമിക ഭരണാധികാരി നടത്തിയ പ്രഭാഷണമാണിത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു, എന്നിൽ വല്ല വക്രതയും കണ്ടാൽ നിങ്ങൾ തിരുത്തണം. ഉടനെ വാളുമെടുത്തുകൊണ്ടൊരു ഗ്രാമീണൻ പറഞ്ഞില്ലേ, നിങ്ങളിൽ വല്ല വക്രതയും കണ്ടാൽ ഈ വാളുകൊണ്ടായിരിക്കും തിരുത്തുക. ആർക്ക് നേരെയാണ് അയാൾ വാളുയർത്തി കാണിച്ചത്? അന്നത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ നേർക്ക്. ആരെയാണ് വാളുകൊണ്ട് തിരുത്തുമെന്ന് അയാൾ പറഞ്ഞത്? അന്നത്തെ ഏറ്റവും ശക്തനായ സേനാനായകനെ. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇത് ഉച്ചരിച്ച ഗ്രാമീണന്റെ ശിരസ് അരിഞ്ഞു വീഴ്ത്തുവാൻ പടയാളികളോട് കൽപ്പിക്കുമായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം അടിമുടി പരിവർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടയുടനെ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന് നന്ദി പറഞ്ഞു, അല്ലാഹുവേ, എന്നിൽ വല്ല വക്രതയും കണ്ടാൽ വാളുകൊണ്ട് തിരുത്തുവാൻ മാത്രം കെൽപ്പുള്ളവർ ഈ സമൂഹത്തിന് നൽകിയ നിനക്കാണ് സർവസ്തുതിയും. കേവലം 10 വർഷവും 6 മാസവും 3 ദിവസവുമാണ് അദ്ദേഹം ഭരിച്ചത്. റോമൻ പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികളെ പരിപൂർണമായി പരാജയപ്പെടുത്തി. ഈജിപ്ത്, സിറിയ, ലബനാൻ, ഫലസ്തീൻ, ഇറാഖ്, ഇറാൻ, അർമേനിയ, ബസീറിയ, ഒരുപാട് രാജ്യങ്ങൾ ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിനുള്ള ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ വന്നു. അന്നും ഇന്നും ചരിത്ര പണ്ഡിതർ അത്ഭുതത്തോടുകൂടി ഇതിനെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ട്, ഉത്തരം ലഭിക്കാതെ. എങ്ങനെയാണ് ആരാരും അറിയപ്പെടാതിരുന്ന ഗോത്രവർഗക്കാർക്ക് ഇത് സാധിച്ചത് എന്ന്. ഇസ്ലാമിക ചൈതന്യം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നതുകൊണ്ട് മാത്രം സാധിച്ചതാണ്. സാധാരണ ഇത്തരം വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊരു മനുഷ്യനെയും ഏകാധിപതിയാക്കണം. എന്നാൽ മഹാനായ ഉമർ ബിൻ റളിയല്ലാഹു അൻഹു കൂടുതൽ വിനയാന്വിതനായിരുന്നു. ഈ വിജയങ്ങളിലൊന്നും അഹങ്കരിച്ചില്ല. കാരണം ഈ വിജയങ്ങൾ തന്റെ വ്യക്തിപരമായ വിജയങ്ങളല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്തു എന്ന വാർത്ത ലഭിച്ചപ്പോൾ അഹങ്കരിക്കാതെ അട്ടഹസിക്കാതെ കൈകൾ ഉയർത്തിക്കൊണ്ട് നിറകണ്ണുകളോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ഈ വിജയം മുഹമ്മദിന് നൽകിയില്ല. അദ്ദേഹം നിനക്ക് എന്നേക്കാൾ പ്രിയങ്കരനും അടുത്തവനുമായിരുന്നു. നീ വിജയം അബൂബക്കറിനും നൽകിയില്ല. അബൂബക്കറും നിനക്ക് എന്നേക്കാൾ പ്രിയങ്കരനും അടുത്തവനുമായിരുന്നു. നീ ഇപ്പോൾ ഈ വിജയം എനിക്ക് നൽകിയിരിക്കുന്നു. എനിക്ക് നൽകിയ വിജയത്തിൽ നീ എന്നെ അഹങ്കാരിയാക്കരുതേ.
അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ടുനിന്നവരുടെയും ഖാദിസിയ യുദ്ധം ആരംഭിച്ചത് മുതൽ യുദ്ധവാർത്ത അറിയുവാനായിട്ട് ആകാംക്ഷയോടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുമായിരുന്നു. ഒരു ദിവസം ക്ഷമ നശിച്ച് മദീനയുടെ അതിർത്തിയിലേക്ക് ചെന്നപ്പോൾ ഖാദിസിയുടെ ഭാഗത്തു നിന്ന് ഒരാൾ ഒട്ടകത്തിൽ വരുന്നു. ഓടിച്ചെന്ന് ചോദിച്ചു യുദ്ധവാർത്തയെ സംബന്ധിച്ച്. അയാൾ ഗൗനിച്ചില്ല, അയാൾക്കറിയില്ലായിരുന്നു ഇത് ഖലീഫ ഉമറാണ് എന്ന്. അയാളുടെ പുറകിൽ ഓടി മദീനയിലെത്തിയപ്പോഴാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് തന്നോട് ചോദിച്ചത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയാണ് എന്ന്. ചാടി ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മാപ്പ് ചോദിച്ചു. ആരാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നിൽ നിന്നും ഈ അവഗണന ഉണ്ടാകുമായിരുന്നില്ല. അത് ഗൗനിക്കാതെ യുദ്ധത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മുസ്ലിങ്ങൾക്കുണ്ടായ ഐതിഹാസികമായ വിജയവാർത്ത കേട്ട് ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഏകാധിപതിയാകുവാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ രാജാവാകുവാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ തന്നെ അള്ളാഹുവിൻ്റെ അടിമയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കഴിയാൻ സാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കുവാൻ കഴിഞ്ഞാൽ എന്നെ പോലെ സൗഭാഗ്യവാൻ മറ്റാരുമില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ വീട് പടിക്കൽ വന്ന് കാവലിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്നെ പോലെ ദൗർഭാഗ്യവാൻ മറ്റാരുമില്ല. ഞാൻ നിങ്ങളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, വാക്കുകളിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. നാം എല്ലാം വാക്കുകളിലൂടെയാണ് പഠിപ്പിക്കുന്നത്. പേർഷ്യൻ സേനാനായകനുമായിട്ട് സന്ധി സംഭാഷണത്തിന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തുവാനായിട്ട് ആഡംബരങ്ങളും പരവതാനികളും പടയാളികളെയും നിരത്തിയപ്പോൾ അതിനോട് പുച്ഛത്തോടുകൂടി പ്രതികരിച്ചുകൊണ്ട് മഹാനായ ആ സഹാബി പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവന്റെയും സമ്പത്തിന്റെയും മേൽ പരമാധികാരമുള്ളൊരു ഭരണാധികാരി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ടാകാം, എന്നാൽ ഞങ്ങളുടെ ഭരണാധികാരിക്ക് ജനങ്ങളെക്കാൾ യാതൊരു സ്ഥാനവും ഞങ്ങൾ നൽകുന്നില്ല. അദ്ദേഹം വ്യഭിചരിച്ചാൽ വധശിക്ഷ നൽകും, മദ്യപിച്ചാൽ ചാട്ടവാറുകൊണ്ട് അടിയേൽക്കും, മോഷ്ടിച്ചാൽ കരങ്ങൾ ഛേദിക്കുക തന്നെ ചെയ്യും. ജനങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്നില്ല. ഇത് വെറും പുകഴ്ത്തലുകളായിരുന്നില്ല, യാഥാർത്ഥ്യങ്ങളായിരുന്നു. ഒരിക്കൽ റോമിൽ നിന്നുള്ള സീസറിന്റെ ദൂതൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയെ കാണുവാനായിട്ട് മദീനയിലേക്ക് വരുന്നു. റോമിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ആഡംബരങ്ങളുടെ പറുദീസയാണ് റോം. ആ മദീനയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. രത്നങ്ങൾ പതിച്ച കിരീടമണിഞ്ഞ് സ്വർണങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സിംഹാസനത്തിൽ സ്വർണത്തിന്റെ ചെങ്കോല് പിടിച്ച് വനിതകളാൽ ചുറ്റപ്പെട്ട് വിലയേറിയ പരവധാനികളും ആഡംബരങ്ങളും കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു കൊട്ടാരത്തിൽ വിലസുന്ന ഒരു ഭരണാധികാരിയെ സങ്കല്പിച്ചുകൊണ്ട് മദീനയിലെത്തി. മദീനയിൽ ഇതൊന്നും കാണാതെയായപ്പോൾ ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ ഭരണാധികാരി എവിടെ? കേട്ടയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് നോക്കിയപ്പോൾ മരത്തിന്റെ ചുവട്ടിൽ മരുഭൂമിയുടെ ചൂടിൽ നിന്നും രക്ഷ നേടാനായിട്ട് കൈകൾ തലയിണയായി പനയോല കിടക്കയായി വിയർത്തൊലിച്ച് കിടക്കുന്ന ഒരു വ്യക്തി. ഇത് തന്നെയാണോ അന്നത്തെ ലോകത്തിലെ ഏറ്റവും ധനികനായ ഏറ്റവും ശക്തനായ ഭരണാധികാരി? അദ്ദേഹത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഉറപ്പ് വരുത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹം ഉണർന്നപ്പോൾ നിറകണ്ണുകളോടെ പറഞ്ഞു, ഞങ്ങളുടെ ഭരണാധികാരി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു, അവരടിച്ചമർത്തുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഉറങ്ങുവാൻ കഴിയുന്നില്ല. എന്നാൽ താങ്കൾ ജനങ്ങളെ സ്നേഹിക്കുന്നു, അവരോട് കാരുണ്യത്തോടെ പെരുമാറുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങുവാൻ കഴിയുന്നത്. താങ്കളെ ഇത്രമാത്രം നീതിമാനാക്കിയ ഈ വിശ്വാസം ഞാൻ സ്വീകരിക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് സത്യവിശ്വാസം സ്വീകരിച്ചു. ഇന്നത്തെ ഭരണാധികാരികളുടെ ചുറ്റും എത്ര ബ്ലാക്ക് കാറ്റ്സ് ഉണ്ടെങ്കിലും അവർക്കൊന്നും ഉറങ്ങാൻ കഴിയില്ല. കാരണം യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഹൃദയത്തിലേക്ക് ചെന്നിട്ട് ആ ജനങ്ങളെ ചൂഷണം ചെയ്യാത്തൊരു മനസ്സുണ്ടാകണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോൾ, ജെറുസലേമിലേക്ക് പോകുമ്പോൾ 960 മൈൽ ദൂരം ഒരു പാത്രത്തിൽ ഒരു സഞ്ചിയിൽ അല്പം വെള്ളവും കാരക്കയുമായി ചെന്ന് അവിടെ ചെന്നപ്പോൾ 14 ഇടങ്ങളിൽ തുന്നിക്കെട്ടിയ വസ്ത്രമായിട്ടാണ് ഖലീഫ എത്തിയിരിക്കുന്നത്. വിലയേറിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന റോമക്കാരുടെ മുൻപിൽ തങ്ങളുടെ ഖലീഫ കീറിയ വസ്ത്രങ്ങളുമായിട്ട് വരുന്നത് അല്പം അപകർഷതയോടുകൂടിയാണ് മുസ്ലിങ്ങൾ കണ്ടത്. അതുകൊണ്ട് വിലയേറിയ വസ്ത്രം ധരിക്കുവാൻ കൊടുത്തപ്പോൾ ചിരിച്ചിട്ടത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു,
നാം ജനങ്ങളിൽ വെച്ച് ഏറ്റവും നിന്ദ്യരായിരുന്നു, അന്തസ്സില്ലാത്തവരായിരുന്നു, ആരാരും അറിയപ്പെടാത്തവരായിരുന്നു. അള്ളാഹു നമ്മെ അന്തസ്സുള്ളവരാക്കി, ഉന്നതരാക്കി, നേരായ മാർഗം നമുക്ക് കാണിച്ചു തന്നു, അധികാരം നൽകി. അപ്പോൾ ഇസ്ലാമാണ് നമുക്ക് അന്തസ്സ് നൽകിയത്. ഇസ്ലാമിനെ വിട്ട് നിങ്ങൾ മറ്റു പലതിലുമാണ് അന്തസ്സ് നടിക്കുവാൻ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. വാസ്തവത്തിൽ ആധുനിക മുസ്ലിങ്ങളുടെ അധപ്പതനം എവിടെയെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ വിട്ട് നാം മറ്റു പലതിലും അന്തസ്സ് നടിക്കുവാൻ പോവുകയാണ്, അന്തസ്സ് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ വിശാലമായ ഭൂപ്രദേശം വിവിധമായിട്ടുള്ള പ്രവിശ്യകളായിട്ട് വിഭജിക്കുകയും അവിടെ ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് അവരെ നിരന്തരം ഓർമ്മപ്പെടുത്തി ഭരണീയരെ വഞ്ചിച്ച് ജീവിക്കുന്ന ഭരണാധികാരികൾക്ക് സ്വർഗത്തിന്റെ സുഗന്ധം പോലും നുകരുവാൻ കഴിയുകയില്ല. ഗവർണറായിരുന്നപ്പോൾ കൊട്ടാരം പണിത ഒരു ഗവർണറിനെ അബ്ദുല്ലാഹിബ്നു ഖത്തിനെ ഇടയബാലന്മാരുടെ വേഷം ധരിപ്പിക്കുകയും ആടുകളെ മേയിച്ച് നടക്കുവാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഭരിക്കാനാണല്ലോ അയച്ചത്, കൊട്ടാരം പണിയാനല്ല. ഗവർണറായിരുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ മുഹമ്മദ് ഒരു കോപ്റ്റിക് വംശജനായ ക്രിസ്ത്യാനിയുമായി ഓട്ടപ്പന്തയത്തിൽ പരാജയപ്പെട്ടതിന് പ്രതികാരമായി ആ ക്രിസ്ത്യാനിയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ആ ക്രിസ്ത്യാനിയുടെ പരാതിയിന്മേൽ ഗവർണറുടെ മകനെ ആ ക്രിസ്ത്യാനിയെ കൊണ്ട് തന്നെ ശിക്ഷിപ്പിച്ചിട്ട് ഗവർണറോട് ചോദിക്കുന്നു, എന്നു മുതലാണ് നിങ്ങൾ അടിമകളാക്കാൻ തുടങ്ങിയത് ജനങ്ങളെ? ഗവർണറായിരുന്ന അബൂ മുസൽ അശ്അരിയുടെ ക്രൂരതകൾക്കെതിരെ പരാതിയുമായി വന്ന വൃദ്ധന്റെ പരാതി കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ വിശാലമായ ഭൂപ്രദേശങ്ങളെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന പൗരന്മാരെയാണ് എന്നതാണ്. നമ്മുടെ നാട്ടിലെല്ലാം അനീതിക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ കണ്ടാൽ പരിഹസിക്കുന്ന പ്രവണതയാണ് പല ആളുകൾക്കുമുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഇസ്ലാമിന്റെ നീതിയുടെ മുഖം ലോകം യഥാർത്ഥത്തിൽ ദർശിക്കുന്നത്. നീതിമാന്മാരായ ന്യായാധിപരെ നിയമിച്ചുകൊണ്ട് നിങ്ങളുടെ നീതിബോധത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് നിരാശ ഉണ്ടാകാതിരിക്കട്ടെ എന്നും നിങ്ങളുടെ പക്ഷപാതത്തിൽ പ്രതീക്ഷയർപ്പിക്കുവാൻ പ്രമാണിമാർക്ക് ഇടവരാതിരിക്കട്ടെ എന്നും അവർ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ പരാതിയുമായി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ന്യായാധിപന്റെ മുൻപിലെത്തിയപ്പോൾ ഭരണാധികാരിയായി ഉമറിന് ഇരിക്കാൻ ഇരിപ്പിടം നൽകിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ഭരണാധികാരിയെയും സാധാരണക്കാരനെയും ഒരുപോലെ കാണാൻ കഴിയാത്തിടത്തോളം കാലം ഈ സ്ഥാനത്തിരിക്കുവാൻ താങ്കൾക്ക് അർഹതയില്ല. ഒരിക്കൽ മദീന പള്ളിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വെള്ളം പോകുവാനുള്ള പാത്തി അദ്ദേഹത്തോട് ചോദിക്കാതെ ഉമർ റളിയല്ലാഹു അൻഹു എടുത്തുമാറ്റി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പരാതിയിന്മേൽ ന്യായാധിപനായ ഉബൈ ഇബ്നു ഖഅബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എന്ന ഖലീഫയുടെ തോളത്ത് ചവിട്ടി നിന്നുകൊണ്ട് പാത്തി യഥാസ്ഥാനത്ത് വെക്കുവാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അനുവദിക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു ഒരു അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അടുത്ത് പോയി നിൽക്കുകയും ആ ചുമലിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പാത്തി യഥാസ്ഥാനത്ത് വെച്ചു. ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിക്കുവാൻ ന്യായാധിപന് ധൈര്യം വന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിബോധമാണ്. റോമൻ പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് മുസ്ലിങ്ങളിൽ നിന്നേറ്റ പരാജയവും സിറിയൻ ഗോത്രങ്ങളുടെ കൂട്ടായ ഇസ്ലാം ആശ്ലേഷവും കണ്ട് കണ്ണന്താളിച്ചു പോയ ഗസാൻ രാജാവ് ജബല പരിവാര സമേതം ഭൗതിക മോഹം മനസ്സിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും മക്കയിലെത്തി വിശുദ്ധ കഅബാലയം പ്രദക്ഷിണം ചെയ്യുന്നതിനിടയിൽ തന്റെ നിലത്തിഴഞ്ഞ വസ്ത്രത്തിൽ ഒരു ഗ്രാമീണൻ അറിയാതെ ചവിട്ടിയതിന് പ്രതികാരമായി അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സത്യം മനസ്സിലാക്കിയിട്ട് ഗസാൻ രാജാവിനോട് പറഞ്ഞു, കൊടും ക്രൂരതയാണ് താങ്കൾ ചെയ്തത്, ഒരിക്കലും പൊറുക്കാൻ സാധിക്കാത്ത തെറ്റ്. അതുകൊണ്ട് ആ ഗ്രാമീണനെ സന്തോഷിപ്പിക്കൂ, അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ തയ്യാറാകൂ. വിശ്വാസം ഹൃദയത്തിൽ കടന്ന് പരിവർത്തനമുണ്ടാക്കാത്ത ആ ഗസാൻ രാജാവ് അമ്പരന്നുപോയി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഒരു തെരുവ് തണ്ടിക്ക് വേണ്ടിയാണോ താങ്കൾ എന്നോട് പ്രതികാരം ചെയ്യുന്നത്? ഞാൻ രാജാവല്ലേ, അയാൾ ഒരു സാധാരണക്കാരനും.
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജബല, നാം എല്ലാം മനുഷ്യരാണ്, എല്ലാവരും ദൈവദാസന്മാർ, അള്ളാഹുവിന്റെ അടിമകൾ. ഇവിടെ കറുത്തവനില്ല, വെളുത്തവനില്ല, ധനികനില്ല, ദരിദ്രനില്ല, അറബിയില്ല, അനറബിയില്ല, സമന്മാരായ മനുഷ്യരെയുള്ളൂ. ഉത്കൃഷ്ട ഗുണങ്ങളാണ് അള്ളാഹുവിങ്കൽ ആദരണീയരാക്കുന്നത്. അതുകൊണ്ട് വേദനിപ്പിച്ച് സഹോദരനോട് മാപ്പ് ചോദിക്കൂ, അല്ലയെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ തയ്യാറായിക്കൊള്ളൂ. തീരുമാനമെടുക്കാൻ അല്പം സമയം വേണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ അവിടെ നിന്നും രക്ഷ നേടി മറ്റൊരു പ്രദേശത്ത് ചെന്ന് ക്രിസ്തുമതം സ്വീകരിച്ച വാർത്തയാണ് പിറ്റേന്ന് ജനങ്ങൾ അറിയുന്നത്. പലരും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തി. താങ്കൾ അല്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും ജബല മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിക നിയമത്തിന്റെ മുൻപിൽ സർവരും തുല്യരാണ്. അതിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ എന്നേക്കാൾ അതിക്രമകാരി മറ്റാരാണുള്ളത് എന്ന് ചോദിച്ചു. ഇസ്ലാമിക സർവ്വസൈന്യാധിപനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്നെ പുകഴ്ത്തിപ്പാടി ഇറാഖി കവിക്ക് 10,000 ദിർഹം ദാനമായി നൽകി. ഇതറിഞ്ഞ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിചാരണ ചെയ്യുവാൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ചുകൂട്ടി ജനങ്ങളിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, ഖാലിദേ, നിന്നെ പുകഴ്ത്തിപ്പാടി ഇറാഖി കവിക്ക് കൊടുത്ത 10,000 ദിർഹം സ്വന്തം സമ്പത്തിൽ നിന്നോ പൊതു ഖജനാവിൽ നിന്നോ? അപ്രതീക്ഷിതമായി ഈ ചോദ്യം കേട്ട് ഖാലിദ് ഒന്ന് പതറി. വാസ്തവത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നൽകിയത് സ്വന്തം സമ്പത്തിൽ നിന്നായിരുന്നു. വീണ്ടും ചോദ്യം ആവർത്തിക്കപ്പെട്ടു. അദ്ദേഹം മൗനം പാലിച്ചു. എന്തും സംഭവിക്കാവുന്ന നിർണായകമായ നിമിഷത്തിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന് ഖാലിദിന്റെ തലയിലെ തലപ്പാവെടുത്ത് മാറ്റുകയും കൈകൾ മേൽമുണ്ടുകൊണ്ട് ബന്ധിക്കുകയും ചെയ്തു. ആരാണ് ഈ ചെയ്തത്? അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു. ആരോടാണ് ഈ ചെയ്തത്? മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട്. ഇസ്ലാമിക ചരിത്രത്തിൽ അവിസ്മരണീയങ്ങളായ വിജയങ്ങൾ സമ്മാനിച്ച ഖാലിദിനെ, റോമൻ പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികളെ തകർത്ത് തരിപ്പണമാക്കിയ ഖാലിദിനെ, ഈജിപ്തിൽ വിജയത്തിന്റെ നാന്ദി കുറിച്ച ഖാലിദിനെ, സിറിയ പിടിച്ചടക്കിയ ഖാലിദിനെ, ഇങ്ങനെ വിജയത്തിന്റെ ശൃംഖലകൾ തീർത്തുകൊണ്ടിരിക്കുന്ന മഹാനായ ഒരു സേനാ നായകന് എന്തിനു വേണ്ടിയാണെന്നോ വിചാരണ ചെയ്തത്? 10,000 ദിർഹത്തിന് വേണ്ടി. ഇങ്ങനെ എത്ര ദിർഹങ്ങളാണ് ഇസ്ലാമിക ഖജനാവിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മുതൽ കൂട്ടിയിരിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന് പകരം മറ്റേതെങ്കിലും ഭരണാധികാരിയായിരുന്നുവെങ്കിൽ വിജയത്തിന്റെ ശൃംഖലകൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ ഒരു സേനാനായകന്റെ മുഖത്ത് തറപ്പിച്ചു നോക്കുവാൻ പോലും 1000 വട്ടം ചിന്തിക്കുമായിരുന്നു. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിശ്വാസിയായിരുന്നു, ഒരു ഇസ്ലാമിക ഭരണാധികാരിയായിരുന്നു. ഒരു വ്യക്തിയുടെ മഹിമയോ ഗോത്ര പാരമ്പര്യമോ കുടുംബ മഹിമയോ ജനങ്ങളിൽ ആർജിച്ച സ്നേഹാദരങ്ങളോ അനുഭവിച്ച ത്യാഗങ്ങളോ നേടിയ വിജയങ്ങളോ ഇസ്ലാമിക നിയമത്തിന്റെ മുൻപിൽ ഒന്നുമല്ല. കാരണം വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിലെ 134-ാം വചനത്തിൽ പ്രഖ്യാപിക്കുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും അവൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു അവലാ ബിഹിമാ ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിന് സാക്ഷികൾ എന്ന നിലയിൽ നിങ്ങൾ നീതി ചെയ്യുക. അത് നിങ്ങൾക്കെതിരായാലും മാതാപിതാക്കൾക്കെതിരായാലും ബന്ധുക്കൾക്കെതിരായാലും ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അള്ളാഹുവിങ്കൽ അവർ തുല്യരെന്ന ഉജ്ജ്വലമായ നീതിയുടെ പ്രഖ്യാപനമുണ്ടല്ലോ, അത് മാത്രമേ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് അമുസ്ലിങ്ങളോടുള്ള ആ ഇസ്ലാമിന്റെ മനോഭാവം ലോകം എല്ലാ അർത്ഥത്തിലും ദർശിക്കുന്നത്. അമുസ്ലിങ്ങളെ ആക്രമിക്കുവാൻ, അന്യായമായി അവരോട് തെറ്റുപോലും ചെയ്യുവാൻ ഉമർ റളിയല്ലാഹു അൻഹു അനുവദിച്ചിട്ടില്ല. ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയെ വധിച്ചപ്പോൾ ആ ഘാതകനായ മുസ്ലിമിനെ ക്രിസ്ത്യാനികൾ ആ വധിക്കപ്പെട്ട ക്രിസ്ത്യാനിയുടെ കുടുംബത്തിന് വിട്ടുകൊടുക്കുകയും ഹനീൻ എന്ന ഒരു ക്രിസ്ത്യാനി അയാളെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. അതുപോലെ തൻ്റെ വീട് പൊളിച്ച് പള്ളി നിർമ്മിക്കാൻ പോകുന്നുവെന്ന പരാതിയുമായി തന്നെ സമീപിച്ച യഹൂദ സ്ത്രീയുടെ പരാതി കേട്ട് അതേ സ്ഥാനത്ത് തന്നെ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയായിരുന്നു.
തൻ്റെ അടുത്ത് ബുദ്ധിമുട്ട് പറഞ്ഞു വന്നൊരു അമുസ്ലിം വൃദ്ധനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് അയാൾക്ക് ഭക്ഷണമെല്ലാം നൽകിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ, അമുസ്ലിങ്ങളുടെ യൗവനം ഞാൻ ചൂഷണം ചെയ്യുകയും വാർദ്ധക്യത്തിൽ അവരെ കൈയൊഴിയുകയും ചെയ്താൽ അള്ളാഹുവിങ്കൽ ഞാൻ എന്ത് സമാധാനമാണ് ബോധിപ്പിക്കുവാൻ പോകുന്നത്? തന്റെ ഭൃത്യൻ ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കുവാൻ മടിച്ചപ്പോൾ ആ വിശ്വാസത്തിൽ തുടരുവാൻ അനുവദിക്കുകയായിരുന്നു. മദീനയിലെ ചീഫ് അക്കൗണ്ടന്റ് ഗ്രീക്ക് വംശജനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. മരണസമയത്ത് പോലും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മുസ്ലിങ്ങളോടുള്ള നമ്മുടെ കടമ നാം മറക്കരുത് എന്ന്. അതുപോലെ തന്നെ ജനനായകൻ, ആ ജനാധിപത്യത്തിന്റെ തുല്യത ഏറ്റവും നല്ല രീതിയിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. ജനങ്ങൾക്കില്ലാത്തൊരു അവകാശവും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, എന്റെ സ്ഥാനം ഒരു അനാഥ ശിശുവിൻ്റെയും ആ അനാഥ ശിശുവിന്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന രക്ഷാധികാരിയുടേതും പോലെയാണ്. അത്യാവശ്യക്കാരനാണ് എങ്കിൽ മാത്രം ആ സമ്പത്തിൽ നിന്നും എന്തെങ്കിലും എനിക്കെടുക്കാം. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാൻ ആരെങ്കിലും തയ്യാറായാൽ, അത് തടയുവാൻ സഹാബിമാർ ശ്രമിച്ചാൽ അത് തടഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും, അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ, കേൾക്കുവാനുള്ളത് ഞാനും, എങ്കിൽ മാത്രമേ അവർക്കും എനിക്കും ഗുണം ലഭിക്കുകയുള്ളൂ. ഈ ഒരു മനസ്സുണ്ടായത് കൊണ്ട് തന്നെയാണ് അമിതമായി വാങ്ങുന്ന വിവാഹമൂല്യം തിരിച്ചു കൊടുക്കണമെന്ന വിളംബരം പുറപ്പെടുവിക്കുവാൻ പോയപ്പോൾ അമീറുൽ മുഅ്മിനീൻ, താങ്കളെ ഞാൻ അനുസരിക്കുകയില്ല, ഞങ്ങൾ അനുസരിക്കുകയില്ല, നിങ്ങൾ സ്ത്രീകൾക്ക് നൽകിയ വിവാഹമൂല്യം തിരിച്ചു വാങ്ങരുതെന്ന ഖുർആനിക കൽപ്പന താങ്കൾ മറന്നുപോയോ എന്ന് ഒരു വൃദ്ധ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പോൾ ശിരസ് താഴ്ത്തിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞതാണ് ശരി, ഉമറിന് തെറ്റിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്റെ നാഥനോട് എന്ത് പറയണം, നാളെ എന്ത് പറയേണ്ടി വരുമെന്ന് ചോദിക്കാതെ അദ്ദേഹം ഒന്നും ചെയ്തിരുന്നില്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ അദ്ദേഹം മറന്നുപോയാൽ ഉടനെ തന്നെ അത് ഓർമ്മ വരും. ഒരിക്കൽ സഹായം തേടി അദ്ദേഹത്തെ ഒരുപാട് അദ്ദേഹത്തിന് പ്രശ്നമുണ്ടാക്കിയിരുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം അറിയാതെ ഒന്ന് പ്രഹരിച്ചു. ഉടനെ തന്നെ അള്ളാഹുവിങ്കൽ നാളെ അദ്ദേഹം എനിക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ ഞാൻ എന്താണ് പറയുവാൻ പോകുന്നതെന്ന ദുഃഖം അദ്ദേഹത്തിനുണ്ടാവുകയും കരഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ പിന്നാലെ പോയിട്ട് എന്നെ പ്രഹരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് സ്വയം പറഞ്ഞു, ഇബ്നുൽ ഖത്താബ്, നീ നിസ്സാരനായിരുന്നു, അള്ളാഹു നിന്നെ ഉന്നതനാക്കി, എന്നിട്ട് അധികാരം നൽകി, എന്നിട്ടാണോ സഹായം തേടി വന്ന വ്യക്തിയെ മർദ്ദിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം, എനിക്ക് തെറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന എത്ര ഭരണാധികാരികളുണ്ട്. അമേരിക്കയിൽ ഇന്ന് ഭരിക്കുന്ന ആ ഭരണാധികാരിക്ക് മുൻപ് ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടല്ലോ, പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ വെച്ച് പോലും പരസ്ത്രീയുമായി ബന്ധപ്പെടുകയും അതിനെ സംബന്ധിച്ച് കളവ് പറയുകയും പിന്നീട് കയ്യോടെ തെളിവോടെ പിടിക്കപ്പെട്ടപ്പോൾ നുണ പറഞ്ഞതിന് മാപ്പ് പറയുകയും പിന്നീട് ഗ്രന്ഥം രചിച്ച് മില്യൺ കണക്കിന് ഡോളറുകൾ സമ്പാദിച്ച ആ മനുഷ്യനെ ഇന്ന് അമേരിക്കയിലെയും യൂറോപ്പിലെയും ജനങ്ങൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഈ ഒരു കപട സംസ്കാരമല്ല മുസ്ലിങ്ങളായ നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട സംസ്കാരം ഇസ്ലാമിൻ്റെതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന, ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന സംസ്കാരമാണ് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത്. ജനനായകൻ ജനസേവകനാകണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയോടെ ജീവിക്കുന്ന ഇതിഹാസമായിരുന്നു ഉമർ. ഒരു ദിവസം ഒരു കുടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത് കണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പിറ്റേന്ന് ചെന്ന് നോക്കിയപ്പോൾ ഒരു വൃദ്ധയുണ്ടായിരുന്നു. ആരാണ് വന്നത് ഇന്നലെ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ വരുന്നു, ഭക്ഷണം നൽകുന്നു, ഇവിടെ വൃത്തിയാക്കുന്നു. മറ്റൊരിക്കൽ പ്രസവ വേദന കൊണ്ട് പൊളയുന്നൊരു സ്ത്രീയെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഭാര്യ വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ പ്രസവം നോക്കുവാൻ ഏൽപ്പിച്ചു. എന്നിട്ട് ആ സ്ത്രീയുടെ ഭർത്താവായ ഗ്രാമീണന് ഭക്ഷണം നൽകുമ്പോൾ ഗ്രാമീണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭരണാധികാരി ഉമർ വളരെ ക്രൂരനാണെന്ന് കേൾക്കുന്നല്ലോ. ഈ സന്ദർഭത്തിൽ യാദൃശ്ചികമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ സഹോദരൻ അഭിനന്ദിക്കൂ, അദ്ദേഹത്തിനൊരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. ഗ്രാമീണൻ പരിഭ്രമിച്ചു, എന്താണ് കേൾക്കുന്നത്? ഭരണാധികാരി ഉമറാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യയാണോ എൻ്റെ ഭാര്യയുടെ പ്രസവം നോക്കുന്നത്? മാപ്പ് ചോദിച്ച് കാലിലേക്ക് വീഴുവാൻ പോയപ്പോൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ, മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവരോട് അള്ളാഹുവും കാരുണ്യം കാണിക്കുകയില്ല എന്ന പ്രവാചക വചനം
ആ കൽപ്പന ഞാൻ പിൻപറ്റുക മാത്രമാണ് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരിക്കൽ ഒരു സ്ത്രീ എന്തോ ഭക്ഷണം പാകം ചെയ്യുന്നു, ചുറ്റുപാടും കുട്ടികളിരുന്ന് കരയുന്നു. എന്തിനാണ് കുട്ടികൾ കരയുന്നതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നിറകണ്ണുകളോടെ ആ സ്ത്രീ പറഞ്ഞു, വിശപ്പ് മൂലമാണ്. പല ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്, ഞാൻ തയ്യാറാക്കുന്നത് ഭക്ഷണമല്ല, ഭക്ഷണമാണ് എന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അവർ കരച്ചിൽ നിർത്താനായിട്ട് പല ദിവസങ്ങളായി ഈ അഭിനയം തുടരുന്നത് കാരണം കുട്ടികൾക്ക് ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ കരയുന്നത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയായിരുന്നു ഗോതമ്പും വെണ്ണയും സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലേക്ക്. എന്നിട്ട് ഭൃത്യനായ അസ്ലമിനോട് പറഞ്ഞു, ഒരു ചാക്ക് ഗോതമ്പിന്റെ മുതുകത്ത് വെച്ച് തരിക. അസ്ലം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഭരണാധികാരിയല്ലേ, ഞാൻ ചുമന്നു കൊള്ളാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്റെ ഭാരം ചുമക്കുവാൻ താങ്കൾ ഉണ്ടാവുകയില്ല. എന്നിട്ട് സ്വയം അത് ചുമന്ന് ആ സ്ത്രീയുടെയും കുട്ടികളുടെയും അടുത്തെത്തിക്കുകയും അത് അവർക്ക് പാകം ചെയ്തു കൊടുത്തു. സംതൃപ്തിയോടെ കുട്ടികൾ ഉറങ്ങുന്നത് വരെ അവിടെ കാത്തിരുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഉമറിനേക്കാൾ ഭരണാധികാരിയാകുവാൻ താങ്കളാണ് യോഗ്യൻ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഞാനാണ് ഭരണാധികാരി എന്ന് പറഞ്ഞില്ല. പരലോകത്ത് അല്ലാഹുവിന്റെ സന്നിധിയിൽ പ്രതിഫലം ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എങ്കിലും അസ്ലമിനോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അള്ളാഹുവിന്റെ സന്നിധിയിൽ എൻ്റെ ഭാരം ചുമക്കുവാൻ താങ്കൾ ഉണ്ടാകുമോ എന്ന ചോദ്യം. ഈ ചോദ്യം നാമും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു ഗർഭിണി വെള്ളം കോരുന്നത് കണ്ടിട്ട് സ്വയം വെള്ളം കോരി എത്തിച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് ദുഃഖം തോന്നുകയും ഇത്തിരി ദേഷ്യത്തോടു കൂടി പിതാവിനോട് പറഞ്ഞു, എന്തിനിതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് ഭൂപ്രദേശങ്ങളാണ് എൻ്റെ കരങ്ങളിൽ, അതുകൊണ്ട് എൻ്റെ അഹങ്കാരത്തിനൊന്ന് കടിഞ്ഞാണിടാനാണ് ഞാനിത് ചെയ്തത് എന്ന്. നിങ്ങളൊന്ന് ചിന്തിക്കുക, പ്രവിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ വിനയാന്വിതനാകുവാനായിട്ട് ഒരു ഗർഭിണിക്ക് വെള്ളം കോരി കൊടുക്കുന്നു. മനുഷ്യരോട് മാത്രമല്ല ജീവജാലങ്ങളോടും ഈ കാരുണ്യമുണ്ടായിരുന്നു. യൂഫ്രട്ടസിന്റെ തീരത്തൊരൊട്ടകം പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അള്ളാഹുവിന്റെ അടുത്ത് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഒരിക്കൽ തളർന്നു വീണൊരൊട്ടകത്തെ എഴുന്നേൽപ്പിക്കുവാൻ ഉമർ റളിയല്ലാഹു അൻഹു ശ്രമിക്കുമ്പോൾ ഇറാഖി സംഘത്തിൽ ഒരാൾ ചോദിച്ചു, അതൊരു അടിമയെ ഏൽപ്പിച്ചാൽ പോരെ? അയാളെ നോക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറിനേക്കാൾ അടിമയാകാൻ ആരാണ് യോഗ്യൻ? ഈ മനസ്സുണ്ടല്ലോ, ഇതാണ് ഒരു പാൽക്കാരി പെൺകുട്ടിയെ കൊണ്ടുപോലും തൻ്റെ മകനെ വിവാഹം കഴിപ്പിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഭരണാധികാരി ഉമർ കാണില്ല, പാലിൽ വെള്ളം ചേർക്കുവാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞില്ലേ, ഭരണാധികാരി ഉമറിനെ പരസ്യമായി അനുസരിക്കുവാനും രഹസ്യമായി ധിക്കരിക്കുവാനും എന്നെ കൊണ്ട് സാധ്യമല്ല. ഇവിടെ ഉമർ ഇല്ലായിരിക്കാം, എന്നാൽ എന്റെയും നിങ്ങളുടെയും ഉമറിന്റെയും രക്ഷിതാവായ അല്ലാഹു, അവന്റെ കാഴ്ച എല്ലാ ഇടങ്ങളിലുമുണ്ട് എന്നാ സ്ത്രീ പറഞ്ഞപ്പോൾ, ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ, ആ പെൺകുട്ടിയെ തന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. ചുരുക്കത്തിൽ ഇസ്ലാമിന് വേണ്ടി എത്രമാത്രം ആത്മാർപ്പണം ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയുമോ അതുപോലെ ആത്മാർപ്പണം നടത്തിയ, ഇസ്ലാമിന് വേണ്ടി എത്രമാത്രം ലളിത ജീവിതം നയിക്കുവാൻ കഴിയുമോ അതുപോലെ ലളിത ജീവിതം നയിച്ച, ഇസ്ലാമിന് വേണ്ടി എത്രമാത്രം ത്യാഗം അനുഷ്ഠിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുമോ അതുപോലെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ച, ഇസ്ലാമിന് വേണ്ടി എത്രമാത്രം ആത്മാർപ്പണം നടത്തുവാൻ കഴിയുമോ അതുപോലെ ആത്മാർപ്പണം നടത്തിയ, ഇസ്ലാമിന് വേണ്ടി എത്രമാത്രം നിസ്വാർത്ഥനാകുവാൻ കഴിയുമോ അതുപോലെ നിസ്വാർത്ഥനായ മഹാനായ വിശ്വാസിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ 2 പ്രാർത്ഥനയും അവസാനത്തേത് അള്ളാഹു സ്വീകരിച്ചത്. ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എനിക്ക് നീ രക്തസാക്ഷിത്വം നൽകി അനുഗ്രഹിക്കണമേ, എൻ്റെ മരണം പ്രവാചകന്റെ നാട്ടിൽ വെച്ചായിരിക്കണമേ. ഇത് രണ്ടും അള്ളാഹു അദ്ദേഹത്തിന് നൽകി. സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ യഹൂദന്റെ കുത്തേറ്റ് ഓർമ്മ നശിച്ച് നിലത്ത് വീണ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഓർമ്മ ലഭിച്ചപ്പോൾ ആദ്യമായി ചോദിച്ചത് ഞാൻ മരിച്ചു പോകുമോ എന്നല്ലായിരുന്നു, ഞാൻ മരിച്ചാൽ എൻ്റെ മകനെ ഭരണാധികാരിയാക്കണമെന്നല്ലായിരുന്നു, ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും ആരുണ്ട് എന്നല്ലായിരുന്നു. മറിച്ച് ഓർമ്മ ലഭിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത്, നമസ്കാരത്തിന്റെ ഇടയിൽ വെച്ചാണല്ലോ എനിക്ക് കുത്തേറ്റത്, അപ്പോൾ മുടങ്ങിയ നമസ്കാരം നിങ്ങൾ പൂർത്തിയാക്കിയോ എന്നായിരുന്നു. തന്റെ മകനായ അബ്ദുള്ളയെ ഭരണാധികാരിയാക്കണമെന്ന് ആരോ നിർദ്ദേശിച്ചപ്പോൾ വെറുപ്പോടുകൂടി പറഞ്ഞു, എന്റെ ബന്ധത്തിൽ ആരെയെങ്കിലും ഭരണാധികാരിയാക്കുവാൻ
അധികാരം നൽകുവാൻ മാത്രം സ്തുത്യർഹമാണ് ഭരണമെന്ന്, അധികാരമെന്ന് ഞാൻ കരുതുന്നില്ല. തൻ്റെ മരണം അടുത്തെത്തി എന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായപ്പോൾ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, പ്രവിശാലമായ ഒരു ഭൂപ്രദേശമാണ് എനിക്ക് ഭരിക്കാനുള്ളത്. ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ നാഡികൾ തളർന്നിരിക്കുന്നു. അതുകൊണ്ട് പരാതികൾ കിടം നൽകാതെ എന്നെ നീ തിരിച്ചു വിളിക്കണമേ. തൻ്റെ മയ്യത്ത് അടക്കേണ്ടത് ആ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും അടുത്തായിരിക്കണമെന്നൊരാഗ്രഹമുണ്ടായി. അതുകൊണ്ട് പ്രത്യേക ഗുണമുണ്ടായിട്ടല്ല, ഒരാഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. ഈ സ്ഥലത്തിനുടമ ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നത് കൊണ്ട് ആദ്യം തന്നെ ചോദിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഭയം, ഭരണാധികാരി ആയതുകൊണ്ടായിരിക്കുമോ ആയിഷ റളിയല്ലാഹു അൻഹ അത് സമ്മതിച്ചത്. അതുകൊണ്ട് മകനായ അബ്ദുള്ളയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ പോയി ഒന്നുകൂടി ചോദിക്കണം. അമീറുൽ മുഅ്മിനീൻ ചോദിച്ചുവെന്ന് പറയരുത്, ഖലീഫ ചോദിച്ചുവെന്ന് പറയരുത്, ഉമർ ബിൻ ഖത്താബ് ചോദിച്ചുവെന്ന് പറയണം. നിറകണ്ണുകളോടെ ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും സമ്മതിച്ചു. എന്നിട്ടും തൃപ്തി വരാതെ മകനോട് പറഞ്ഞു, എൻ്റെ മയ്യത്തുമായി ചെല്ലുമ്പോൾ ഖബർ അടക്കുന്നതിന് മുൻപ് വീണ്ടും ചോദിക്കണം. മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതം എന്നതുപോലെ എൻ്റെ മരണവും ശേഷവും നിങ്ങൾ ലാളിത്യം പുലർത്തണം. എൻ്റെ ഖബർ വളരെ ലളിതമായിരിക്കണം. എനിക്കില്ലാത്തൊരു കാര്യവും പറഞ്ഞ് നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. എൻ്റെ കഫൻ പുടവയിൽ പോലും നിങ്ങൾ മിതത്വം പാലിക്കണം. എൻ്റെ മയ്യത്തുമായി നടക്കുമ്പോൾ വേഗതയിൽ നടക്കുക. അള്ളാഹു പരലോകത്ത് എനിക്ക് നന്മയാണ് വിധിച്ചിട്ടുള്ളത് എങ്കിൽ അതെനിക്ക് വേഗം ലഭിക്കട്ടെ. മറിച്ച് തിന്മയാണ് എങ്കിൽ നിങ്ങൾ ചുമക്കുന്ന തിന്മയുടെ ഭാരം വേഗം ഇറക്കി വെക്കാമല്ലോ. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കുക. മരണം അടുത്തെത്തി എന്ന തോന്നലുണ്ടായപ്പോൾ മകനോട് പറഞ്ഞു, മടിയിൽ നിന്നും ശിരസ് നിലത്തിറക്കി വെക്കുക. അള്ളാഹു ഒരു പക്ഷെ എന്നെ കടാക്ഷിച്ചേക്കാം. മരിക്കുന്നത് വരെ, അന്ത്യശ്വാസം വിട്ടു പോകുന്നത് വരെയും അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നു, അള്ളാഹു എനിക്ക് മാപ്പ് നൽകുന്നില്ല എങ്കിൽ എനിക്ക് നാശമേ നാശം. അങ്ങനെ വിശ്വാസത്തിൻ്റെയും ധീരതയുടെയും ആത്മാർപ്പണത്തിൻ്റെയും പ്രതീകമായിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് പോലും ആ വഴിയിൽ പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച പ്രവാചകന് ശേഷം ഈ ഭൂമിയിൽ ഉമറിനേക്കാൾ പ്രിയങ്കരനായി എനിക്കാരുമില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ച, ഉമറിനെ പോലെ ധീരനായ ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ച, ഉമറിനെ സ്മരിക്കുന്നത് നീതിയെ സ്മരിക്കുന്നത് പോലെയാണ്, നീതിയെ സ്മരിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നത് പോലെയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ച, വഞ്ചിക്കാതിരിക്കാനുള്ള ഔന്നത്യവും വഞ്ചിക്കപ്പെടാതിരിക്കുവാനുള്ള ബുദ്ധിശക്തിയും ഉമറിനുണ്ടായിരുന്നുവെന്ന് ഷുഹൈബ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ച, ഉമർ ഒരു നായയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ആ നായയെ കൂടി ഞാൻ സ്നേഹിക്കുമായിരുന്നുവെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ലോകം ഒരുപാട് ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട്, സീസർമാരെ കണ്ടിട്ടുണ്ട്, അലക്സാണ്ടർമാരെ കണ്ടിട്ടുണ്ട്, ഷർഷകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർ നേടിയ വിജയങ്ങൾ അവരുടെ ഖബറുകളിൽ മണ്ണായി തീർന്നു മൂടപ്പെട്ടു. എന്നാൽ 14 നൂറ്റാണ്ടുകളെ അതിജീവിച്ചുകൊണ്ട് ആ വിജയങ്ങളുടെ സദ്ഫലങ്ങൾ ഇന്നും മനുഷ്യ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഏക വിജയങ്ങൾ ഇസ്ലാമിൻ്റെത് മാത്രമാണ്. കാരണം ഇവരെല്ലാവരും പരലോക വിജയം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. സൃഷ്ടാവിന്റെ കൽപ്പനകൾ പിൻപറ്റിക്കൊണ്ട് ആ പരലോക വിജയം, എല്ലാത്തിനും ഉപരിയായി അള്ളാഹുവിനെയും പ്രവാചകനെയും ഇസ്ലാമിനെയും അവർ സ്നേഹിച്ചിരുന്നു. ഖുർആനിൽ പറയുന്നില്ലേ,
കുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലിൻ ഇഖ്തറഫ്തുമുഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർലൗനഹാ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവന്റെ മാർഗത്തിലെ സമരത്തെക്കാളും പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാരും ഇണകളും സന്താനങ്ങളും പുത്രന്മാരും ബന്ധുക്കളും നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന കച്ചവടവും അണിമന്തരങ്ങളും സമ്പത്തുമാണ് എങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം കടുത്ത ശിക്ഷ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുവിൻ. അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല വഴിപിഴച്ചൊരു ജനവിഭാഗത്തെ. ഇതായിരുന്നു ആദ്യകാല വിശ്വാസികളുടെ ആത്മാർപ്പണം. രണാങ്കണ ഭൂമിയിൽ പരിക്കേറ്റ് മരണവുമായി മല്ലടിക്കുന്ന സന്ദർഭത്തിൽ ആ മരുഭൂമിയുടെ ചൂടിൽ നിന്നും രക്ഷ നേടാനായിട്ട് ആ വരണ്ട തൊണ്ടയിൽ ഒരിറ്റ് ജലം വീണാൽ ഒരു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഘട്ടത്തിൽ വെള്ളത്തിനു വേണ്ടി കേഴുന്ന സഹാബി, ആ വരണ്ട വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ ഓടി വരുന്ന ഒരു വ്യക്തി, ആ ഒഴിച്ചു കൊടുക്കുവാൻ പോകുന്ന സന്ദർഭത്തിൽ വെള്ളത്തിനു വേണ്ടി കരയുന്ന മറ്റൊരു യോദ്ധാവിന്റെ കരച്ചിൽ കേട്ടിട്ട് തുറന്ന വായ അടച്ചുകൊണ്ട് വെള്ളം അദ്ദേഹത്തിന് നൽകുവാൻ ആംഗ്യം കാണിക്കുന്നു. വെള്ളവുമായി വന്ന വ്യക്തി ആ രണ്ടാമത്തെ യോദ്ധാവിന്റെ അടുത്തെത്തി. ആ യോദ്ധാവും തന്റെ വരണ്ട വായ തുറന്നു. ഒരിറ്റ് ജലം ആ തൊണ്ട നനച്ചാൽ ഒരു പക്ഷേ ജീവൻ തിരിച്ചു ലഭിച്ചേക്കാം. അങ്ങനെ വെള്ളം ഒഴിക്കുവാൻ പോകുമ്പോൾ അത് ആ വെള്ളത്തിന് വേണ്ടി മറ്റൊരു യോദ്ധാവ് കരയുന്നു. ഈ രണ്ടാമത്തെ യോദ്ധാവും തുറന്ന വായ അടച്ചുകൊണ്ട് മൂന്നാമത്തെ ആൾക്ക് വെള്ളം കൊടുക്കുവാൻ ആംഗ്യം കാണിക്കുന്നു. അങ്ങനെ വെള്ളവുമായി വന്നയാൾ മൂന്നാമത്തെ ആളുടെ അടുത്തെത്തിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. ഓടി രണ്ടാമത്തെ യോദ്ധാവിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ യോദ്ധാവിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ മരുഭൂമിയുടെ ചൂടിൽ നിന്നും രക്ഷ നേടാനായിട്ട് ആ വരണ്ട വായ തുറന്ന് ജലത്തിനു വേണ്ടി കരഞ്ഞപ്പോഴും വെള്ളത്തിനു വേണ്ടി കരയുന്ന സഹജീവിക്ക് വേണ്ടി വായടച്ച ആ യോദ്ധാക്കളുണ്ടല്ലോ, അവരും എന്നെയും നിങ്ങളെയും പോലെയുള്ള മനുഷ്യരായിരുന്നു. മജ്ജയും മാംസവുമുള്ള മനുഷ്യർ, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആളുകളുള്ള മനുഷ്യർ, ഭാര്യമാരും സന്താനങ്ങളുമുള്ള മനുഷ്യർ, ബന്ധുക്കളും സുഹൃത്തുക്കളുമുള്ള മനുഷ്യർ, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള മനുഷ്യർ, സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമുള്ള മനുഷ്യർ. എന്നാൽ എല്ലാത്തിനും ഉപരിയായി അവർ അല്ലാഹുവിനെ സ്നേഹിച്ചിരുന്നു, പ്രവാചകനെ സ്നേഹിച്ചിരുന്നു, ഇസ്ലാമിനെ സ്നേഹിച്ചിരുന്നു. ഈ മഹത്തായ ആ സ്രഷ്ടാവിന്റെ സന്ദേശം ഉത്ബോധിപ്പിക്കാനാണ് ഈ പ്രസ്ഥാനം ശ്രമിക്കുന്നത്. തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, സ്രഷ്ടാവിനെ അംഗീകരിക്കാത്ത കാലഘട്ടം, ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന കാലഘട്ടം, ഖുർആൻ മനുഷ്യനായി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാജ പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചിരുന്ന കാലഘട്ടം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു നിർണായകമായ നിമിഷത്തിൽ ഈ ദൗത്യത്തെ സംബന്ധിച്ചും സ്രഷ്ടാവിന്റെ വചനത്തെ സംബന്ധിച്ചും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആദ്യമായി ഞാൻ വിലയിരുത്തിയത് ഒരു സ്രഷ്ടാവുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു. സ്രഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അന്ധമായിട്ട് ഞാൻ ഇസ്ലാമിനെ അംഗീകരിച്ചില്ല. മതങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ മതം, യഥാർത്ഥ ദൈവിക മതം ഏത് എന്ന് വിലയിരുത്തുവാനാണ് ഞാൻ ശ്രമിച്ചത്. അത് ഇസ്ലാമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോഴും അന്ധമായിട്ടൊരു പ്രസ്ഥാനവുമായിട്ട് ഞാൻ അടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പ്രസ്ഥാനങ്ങളെ ഞാൻ വിലയിരുത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായങ്ങളുമായിട്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് യോജിക്കാം, വിയോജിക്കാം. എനിക്ക് മറ്റൊരു പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കേരള നദുവത്തുൽ മുജാഹിദിന്റെ മെമ്പറല്ല, ആ സംഘടനയിൽ ഒരു അംഗമല്ല. എങ്കിലും ഞാൻ എന്തു വേണം? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുവൈത്തിൽ വെച്ച് ഞാനും AP അബ്ദുൽ ഖാദർ മൗലവി, KNMന്റെ ജനറൽ സെക്രട്ടറിയാണ്, ഹുസൈൻ സലഫിയും ഒരാഴ്ചയുണ്ടായിരുന്നു ഒരുമിച്ച്. ഒരു ദിവസം ഒരു ഡ്രൈവർ എന്നെ ഫോൺ ചെയ്തു. ആ ഡ്രൈവർ പറഞ്ഞു,
2 മാസം കൂടുമ്പോഴാണ് അയാൾക്കൊരു ലീവ്. താങ്കളുടെ പ്രഭാഷണം കേൾക്കണമെന്ന് ഉത്കടമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം എനിക്ക് അറബി ലീവ് തന്നില്ല. ഞാൻ വന്ന് സംസാരിച്ചു കൊള്ളട്ടെ. ഞാൻ പറഞ്ഞു വന്ന് സംസാരിച്ചോളാം. അങ്ങനെ സാധാരണക്കാരനായ ഡ്രൈവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു കാര്യം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞപ്പോൾ ഈ ഡ്രൈവർ ചോദിച്ചു, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി, തെളിവ് കൊണ്ടുവരൂ മൗലവി എന്ന്. ആ ഡ്രൈവറിന്റെ നേരെ AP അബ്ദുൽ ഖാദർ മൗലവി കയർത്തില്ല, ശകാരിച്ചില്ല, ഞാൻ പണ്ഡിതനാണ് എന്ന് പറഞ്ഞില്ല, മറിച്ച് മറുപടി പറഞ്ഞു കൊടുത്തു. ആരാണ് AP അബ്ദുൽ ഖാദർ മൗലവി? ഇന്ന് നിങ്ങൾ ഒരുപാട് പ്രഭാഷകരെ നിങ്ങൾ കണ്ടു കാണും. ഒരുപാട് ജനങ്ങൾ കൂടുന്ന പ്രഭാഷകരുണ്ട്. ഈ പ്രഭാഷകരുടെ സംഭാവനകളുണ്ടല്ലോ, മുഴുവനും കൂട്ടിയാലും ആദ്യകാലഘട്ടത്തിലെ സംവാദങ്ങളിൽ സത്യത്തിന്റെ നീതിയുടെയും ശബ്ദം, സ്രഷ്ടാവിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുവാൻ AP അബ്ദുൽ ഖാദർ മൗലവിയും അതുപോലെയുള്ള ആളുകളും നടത്തിയിട്ടുള്ള സംഭാവനയുണ്ടല്ലോ, ആ സംഭാവനകളുടെ 1000-ൽ 1 അംശമൊന്നും ഇന്നത്തെ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളില്ല, അവരുടെ സംഭാവനകളിലുമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇവിടെ അദ്ദേഹം പറഞ്ഞത് പഠിപ്പിച്ചു വരുന്നൊരു കാര്യം, ആ മറുപടി കൊടുത്തില്ലേ? എന്തുകൊണ്ട് മറുപടി കൊടുത്തു? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെളിവ് കൊണ്ടുവരൂ എന്ന ഏതൊരു പണ്ഡിതന്റെയും മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള അവകാശം നൽകുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തെ അല്ലാതെ ഏത് പ്രസ്ഥാനത്തെയാണ് നാം സ്വീകരിക്കേണ്ടത്? ആരെയും ചോദ്യം ചെയ്യാം. ഒരൊറ്റ മാനദണ്ഡം, ഖുർആന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെളിവ് കൊണ്ടുവരൂ. അത് ഈ പ്രസ്ഥാനവുമായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സഹകരിക്കുക. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരിക. അതല്ലാതെ അന്ധമായിട്ട് മാറ്റി നിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതുപോലെ മുജാഹിദ് പ്രവർത്തകരോട് എനിക്ക് പറയാനുണ്ട്, മറ്റുള്ളവരുമായി നാം സംസാരിക്കുമ്പോൾ കൂടുതൽ വിനയത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അവർ വിശ്വസിക്കുന്ന ആദർശങ്ങളുണ്ട്. ഒരിക്കലും ഒരു പരിഹാസ രൂപത്തിൽ വിമർശനങ്ങൾ നടത്തുവാനും നാം ശ്രമിക്കരുത്. തുറന്ന മനസ്സോടുകൂടി ഈ സമ്മേളനവുമായിട്ട് നിങ്ങൾ സഹകരിക്കണമെന്നും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിജയം നിങ്ങളുടെ കരങ്ങളിലാണ്. ഇത് വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ്. ഈ സൃഷ്ടാവിന്റെ സന്ദേശം, അതായത് ഖുർആന്റെ സന്ദേശം, പ്രവാചകന്റെ ഉത്ബോധനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം മതപരമായ കാര്യങ്ങൾ സംസാരിക്കില്ല. അത് ജനഹൃദയങ്ങളിൽ എത്തിക്കേണ്ട യഥാർത്ഥത്തിലുള്ള ബാധ്യത നിങ്ങൾക്കാണ്. ആ ബാധ്യത നിർവഹിക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ ഒരു അവസരം നൽകിയ സർവേശ്വരനായ അള്ളാഹുവിന്, സൃഷ്ടാവിന് ഞാൻ നന്ദി പറയുന്നു. ശ്രവിച്ച നിങ്ങൾക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.